ഓക്കെ ഫ്രണ്ട്സ്, സ്പോട്ടിംഗ് ഓപ്പർച്യൂണിറ്റി സ്റ്റോക്ക് അനാലിസിസ് ഫോർ സ്വിംഗ് ട്രേഡിംഗ്. നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്ക് അനാലിസിസിൻ്റെ ഒരു സജഷൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിരുന്നു. ചില ആളുകൾ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്സ്, ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്സ് പറഞ്ഞു. ചില ആളുകൾ ചില പെന്നി സ്റ്റോക്സ് പറഞ്ഞു. ചില ആൾക്കാർ ചില മിഡ് ക്യാപ് റേഞ്ച് സ്റ്റോക്സ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞ പോലെ നിഫ്റ്റി 50യിലെ ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്ക് ഇതിലില്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ നമ്മളുടെ ICT മെത്തേഡ് പ്രകാരം നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് അതുപോലെ സ്വയം ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീലാണ്. ഓക്കെ, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് ആണ് നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക്. ഓക്കെ, ടാറ്റ സ്റ്റീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു മേജർ ഒരു ഡൗൺ ട്രെൻഡ് തന്നെയായിരുന്നു ടാറ്റ സ്റ്റീലിൽ. ഒരു അറൗണ്ട് ഒരു 41 പോയിൻ്റ്, അതായത് ഒരു 22% പ്രൈസ് ഒരു കറക്റ്റീവ് മൂവിന് ശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിൽ വെച്ചിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള രീതിയിൽ, ഓക്കെ, ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള രീതിയിലുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് നമുക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് മാർക്കറ്റിലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. മാർക്കറ്റിൽ മേജറായിട്ട് വന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് മേജറായിട്ടുള്ളൊരു മൊമെൻറ്റം കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം ആ ഒരു ഇമ്പൾസീവ് മൂവിന് കറസ്പോണ്ട് ആയിട്ട് തന്നെ ഒരു കറക്റ്റീവ് മൂവ് വന്നു. ഈ ക്യാൻഡിലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ റിജക്ഷൻ ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ദർ ഈസ് എ റിജക്ഷൻ ക്യാൻഡിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മളുടെ ഒരു ബയാസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് ഒരു മേജർ കറക്ഷൻ വന്നിട്ട് ഇൻ കേസ് ഇവിടുന്ന് ഒരു കറക്റ്റീവ് ക്യാൻഡിൽ ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ വീക്ക്ലി ബയസ്. നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ റിജക്ഷൻ വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന സമയത്ത് ഒരു മേജർ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണിത്. അവിടെ നിന്നാണ് ഈ റിജക്ഷൻ വന്നിട്ടുള്ളത്. ഇതിനെ മേജർ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മേജറായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെയർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഒരു മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു. സ്ട്രക്ചർ ബ്രേക്ക്, മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക്, മേജറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പും നമുക്ക് കിട്ടി. അതിനുശേഷം there is a displacement. ഓക്കെ, മാർച്ച് 14 ഉണ്ടാക്കിയ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക്, ഈ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് പിന്നീട് എത്തുന്നത് ഓഗസ്റ്റ് 14 അറൗണ്ട് ഒരു 5 മന്തിന് ശേഷം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ടാപ്പ് കിട്ടി. ഓക്കെ, ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാറ്റ സ്റ്റീൽ ടാപ്പ് കിട്ടി. ഇവിടെ നിന്നാണ് ആ ഒരു മൊമെൻറ്റം ഇനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ മേജറായിട്ട് നമുക്കൊരു ഇമ്പൾസീവ് മൂവ് വന്നു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷനും കിട്ടി. നമ്മളുടെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടി. അതിനുശേഷം നമുക്ക് മുകളിലേക്കുള്ളൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു 4 അവറിലേക്ക് നോക്കുന്ന സമയത്ത് ദർ ഇസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കൺസിഡർ ചെയ്യാം. ഒരു മേജറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ മേജറായിട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വേണ്ടേ? കാരണം നമുക്കൊരു കറക്റ്റീവ് മൊമെൻറ്റത്തിൽ ഒരു മേജർ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് എന്നുള്ള രീതിയിൽ അറൗണ്ട് എവിടെയാണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക്. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ ഇതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് താഴേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിന് നമുക്ക് വേണ്ടത്? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് വേണ്ടത്.
ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് വേണ്ടത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഹവറിൽ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഓക്കെ, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ കൺഫ്യൂസ് ആവണ്ട. നമുക്ക് എന്താണ് മേജറായിട്ട് മാർക്കറ്റിൽ മേജറായിട്ട് ബൈയിങ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മേജറായിട്ടൊരു ബൈയിങ് വന്നിട്ടുള്ള രീതി ഇതാണ്. ഓക്കെ, അതിന് മുന്നേ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ മേജറായിട്ടുള്ളൊരു ഏരിയ വന്നിട്ടുണ്ട്. നമുക്കെന്താണ് ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് ടാപ്പായിട്ടും ഉണ്ട്. ഓക്കെ, പ്രൈസ് ടാപ്പായി, ഈ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാപ്പായി, അതിന് ശേഷം ഇവിടുന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഓക്കെ, അപ്പം നമുക്ക് ക്രിയേറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഇനി നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു PDRA കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു PDRA ഈ ഒരു ഏരിയയിൽ ടാറ്റാ സ്റ്റീലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ലിക്വിഡിറ്റി വോയിഡ് കാണാൻ പറ്റുന്നുണ്ട്. ദർ ഇസ് എ വോളിയം ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. റൈറ്റ് ഹിയർ there is a volume imbalance. ഓക്കെ, there is a volume imbalance കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ടില്ലേ, there is a ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഓർഡർ എടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് there is a bearish ക്യാൻഡിൽ. ഈ ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ എന്താണ് നമുക്ക് 4 ഹവറിൽ എന്താണ് ഒരു ഡിമാൻഡ് OB ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് നമ്മളുടെ ഡിമാൻഡ് OBയുടെ തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്, ഒരു ലിക്വിഡിറ്റി വോയിഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി വോയിഡ് ഉണ്ട്. അതിന് താഴെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് മായ്ക്കാം, കാരണം അത് മിറ്റിഗേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പം ടാറ്റ സ്റ്റീലിന് എന്താണ് ഒരു ഇമ്പൾസീവ് മൂവ് വന്നു, ഒരു കറക്റ്റീവ് മൂവ് വന്നു. നമ്മളുടെ മേജർ ആയിട്ടുള്ളൊരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഓർഡർ എടുത്ത് പ്രൈസ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഒരു മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണിച്ച് നിൽക്കുകയാണ്. താഴെ എന്താണ് ഒരു വോളിയം ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ എന്താണ് there is a ഡിമാൻഡ് OB കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആൻറ്റിസിപ്പേഷനിൽ എന്താണ് പ്രൈസ് ഇപ്പം നിൽക്കുന്നത് 153.25 ആണ്. നമുക്കെന്താണ് ഒരു ബൈയിങ് ഒക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരു 149 ആ ഒരു റേഞ്ചിലേക്കോ, ഒരിക്കലും ഇതൊരു പ്രിഡിക്ഷനോ ഒരു റെക്കമെൻഡേഷനോ അല്ല. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ പ്രകാരം എന്താണ് നമുക്ക് ഒന്നുകൂടി പ്രൈസ് ഒരു ഡിമാൻഡ് സോണിലേക്ക് എങ്ങാനും ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു എൻട്രി എടുക്കാൻ ഉള്ള ഒരു ഡിസിഷൻ നമുക്ക് ടാറ്റാ സ്റ്റീലിൽ എടുക്കാം. എന്താണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയാവണം. ഓക്കെ, ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നമുക്ക് എന്താണ് മേജറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസും ഒരു ക്യാൻഡിൽ കൺഫർമേഷനോ കിട്ടിക്കഴിഞ്ഞാൽ സ്വിങ്ങിന് നമുക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റോക്കാണ് ടാറ്റാ സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് പവർ ഗ്രിഡ് ആണ്. ഓക്കെ, പവർ ഗ്രിഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഒരു ബൈയിങ് വന്നിട്ടുള്ള ക്യാൻഡിൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2 ക്യാൻഡിലിൽ മേജറായിട്ട് ബൈയിങ് വന്നിട്ടുണ്ട്. അത് നേരെ നിങ്ങൾ വോളിയം നോക്കും, നിങ്ങൾ വോളിയത്തിലും ക്യാൻഡിൽ രണ്ടും പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിലാണ്, നല്ലൊരു ബൈയിങ് ക്യാൻഡിലാണ്. അതുപോലെ തന്നെ വോളിയം നോക്കുകയാണെങ്കിലും കാരണം എന്താണ് പ്രൈസ് മുകളിലേക്ക് വോളിയം അപ്പാണ്, അതുപോലെ തന്നെ എന്താണ് ബുക്ക് ക്യാൻഡിലും അപ്പാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതിനുശേഷം എന്താണ് there is a ഇമ്പൾസീവ് മൊമെൻറ്റം മുകളിലേക്ക്. അതിനുശേഷം എന്താണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിലും there is a കറക്റ്റീവ് മൊമെൻറ്റം താഴേക്ക്. അപ്പോൾ നമ്മൾ ടാറ്റ സ്റ്റീലിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇമ്പൾസീവ് വേവിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കറക്റ്റീവ് വേവ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ മേജർ ആയിട്ടുള്ള ഒരു മൊമെൻറ്റം വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ് മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, there is a structure break. ഓക്കെ, there is a സ്ട്രക്ചർ ബ്രേക്കിന് ഈക്വലൻ്റ് ആയിട്ട് എന്താണ് നമുക്ക് there is a ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം there is a swing low right there. അതിനുശേഷം മാർക്കറ്റ് ഉണ്ടാക്കിയ ഒരു സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, there is a swing low formation, swing high. ഓക്കെ, നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒന്ന് നോക്കാം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്തത് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്,
ലെവലാണ്. ഓക്കെ, നമുക്കെന്താണ് DRT ലെവൽസ് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ 0.25ഉം 0.75ഉം നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നോക്കുകയാണെങ്കിൽ there is a liquidity sweep, there is a major structure break, കറസ്പോണ്ടിങ് എന്താണ് വോളിയം കൂടി നമുക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് മേജറായിട്ട് വന്നിട്ടുള്ള ഒരു ഇമ്പൾസീവ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മേജറായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു ഇമ്പൾസീവ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന് കറസ്പോണ്ട് ആയിട്ട് എന്താണ് നമുക്ക് ഒരു കറക്റ്റീവ് മൊമെൻറ്റം കൂടി മാർക്കറ്റിലേക്ക് വന്നു. ഓക്കെ, അതിന് കറസ്പോണ്ട് ആയിട്ട് നമുക്ക് എന്താണ് കറക്റ്റീവ് മൊമെൻറ്റം കൂടി വന്നു. എന്താണ് പ്രൈസ് കറക്റ്റ് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദർ ഈസ് എ ഡീപ്പ് പ്രീമിയം. ഓക്കെ, ദർ ഈസ് എ ഡീപ്പ് പ്രീമിയം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ളത് ഒരു പ്രീമിയം, എന്താണ് ഒരു നോർമൽ പ്രീമിയം. നമ്മളുടെ 0.5 എന്ന് പറയുന്നത് എന്താണ് 0.5 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം. ഓക്കെ, ഇക്വിലിബ്രിയം. അതിന് താഴെ 0.5ഉം 0.75ൻ്റെ ഇടയിൽ നമ്മൾ പറയുന്നത് ഒരു ഡിമാൻഡ്. ഓക്കെ, ഒരു ഡിമാൻഡ് ഏരിയ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് എന്താണ്, അതാണ് ഡീപ്പ് ഡിമാൻഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നമ്മളുടെ സീരീസിൽ ഉൾപ്പെടുത്തിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് എവിടെയാണ്? ഇപ്പോൾ പ്രൈസ് DRT ലെവലിൽ ഡീപ്പ് പ്രീമിയത്തിൽ നിന്ന് നിങ്ങൾ നോക്കണം, ഡീപ്പ് പ്രീമിയത്തിൽ നിന്ന് ഒരു റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്കെന്താണ് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ മുഴുവൻ ലിക്വിഡിറ്റി, മാർക്കറ്റിൻ്റെ താഴെയുള്ള അത്യാവശ്യം ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റിലൊരു എന്താണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റിനുള്ള, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം, ഒരു കറക്റ്റീവ് മൊമെൻറ്റം. ആ കറക്റ്റീവ് മൊമെൻറ്റത്തിൽ ലാസ്റ്റുള്ള എന്താണ് ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ എന്താണ് ഒരു 2 ക്യാൻഡിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. നിങ്ങൾ വോളിയം നോക്കൂ, ഡെയിലി ടൈം ഫ്രെയിമിൽ ആ വോളിയം എന്താണ് നമുക്കൊരു സപ്പോർട്ടീവ്നെസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡേ ടൈം ഫ്രെയിമിൽ നമ്മളുടെ ഇത് സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 4 അവറിലേക്ക് മാറ്റുമ്പോൾ എന്താണ് 4 അവറിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് നമുക്ക് ഈ ഒരു വിക്കിനെ നമുക്കൊരു ഡിമാൻഡ് OB ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് ആ വിക്കിനെ ഞാൻ ഡിമാൻഡ് OB ആയിട്ട് കൺസിഡർ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകൂടി 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ഒരു വിക്കാണ് ആക്ച്വലി എന്താണ് ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റിയും സ്വീപ്പ് ചെയ്തത്. ഓക്കെ, ഈ ഒരു വിക്കാണ് മുഴുവനായിട്ടുള്ള ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്കിൽ എന്താണ് ഈ വിക്കിനെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, ദർ ഈസ് എ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ തന്നെ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം. അതിൻ്റെ താഴെയുള്ള ഒരു എക്സ്ട്രീം ഡീപ്പ് ഡിമാൻഡിലുള്ള നമ്മളുടെ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടി പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു മേജർ ആയിട്ടുള്ളതെന്നല്ല, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷിൽ തന്നെയാണ്. അതിൽ നമുക്ക് ആ ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിൽ വരുന്ന ആ ഒരു കറക്റ്റീവ് മൊമെൻറ്റം ഒരു ഇമ്പൾസീവ് മൊമെൻറ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിനുള്ള ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു വാലിഡ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെയാണ്. ആലോചിക്കാം, മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ഇനി നമുക്കെന്താണ് ഈ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്തു, ദർ ഈസ് എ അനദർ ഡിസ്പ്ലേസ്മെൻറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് വേണമെങ്കിൽ എന്താണ് ഈ ക്യാൻഡിലിൻ്റെ ലോയും കൂടി മാർക്കറ്റ് എടുത്തുകൊണ്ട് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് കൂടി പറയാം. ഓക്കെ, ഇനി നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിമാൻഡ് OB എന്ന് പറയുന്നത് ഏതാണ്, ദർ ഈസ് എ ഡിമാൻഡ് OB റൈറ്റ് ദർ. ഓക്കെ, ദർ ഈസ് എ ഡിമാൻഡ് OB റൈറ്റ് ദർ. ഓക്കെ, ഈ ഡിമാൻഡ് OB നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നു. അത് കാരണം നമുക്ക് എന്താണ്
മിറ്റിഗേറ്റഡ് ആണ്. ഓക്കെ, മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ദർ ഇസ് എ ഡിമാൻഡ് ഒ ബി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് ഒ ബി. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്താണ്, പ്രൈസ് ഇപ്പം നിൽക്കുന്നത് 338ആണ്. ഓക്കെ, നമ്മളുടെ ഡിമാൻഡ് ഒ ബിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, 333 328, 333 328, അറൗണ്ട് ഒരു 5 പോയിന്റിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, നമ്മളുടെ ഒരു ആൻറ്റിസിപ്പേഷൻ പ്രകാരം എന്താണ്, പ്രൈസ് താഴേക്ക് വന്നിട്ട് നമ്മളുടെ ഈ ഒരു ഡിമാൻഡ് ഒ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഒരു ക്യാൻഡിൽ ക്ലോസോ, ഒരു ഹയർ ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസോ, അല്ലെങ്കിൽ എന്താണ് ഒരു കൺഫർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, നമുക്കൊരു ലോങ് പരിഗണിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് പവർ ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. ഈ ഒരു യെല്ലോ മാർക്കിൽ ചെയ്താണ് ദർ ഈസ് എ മൊമെൻറ്റം വന്നിട്ടുള്ള ഒരു ഏരിയ. ആ മൊമെൻറ്റം വന്നിട്ടുള്ള ഏരിയനെ നമ്മളൊരു ഇമ്പൾസീവ് വേവ് ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ എന്താണ്, അതിന് ഹെൽത്തി ആയിട്ടുള്ളൊരു കറക്റ്റീവ് മൂവ് കൂടി സംഭവിച്ചിട്ട് എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു, ദർ ഈസ് എ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് കൂടി കിട്ടി. ഓക്കെ, കിട്ടിയിട്ട് പ്രൈസ് അവിടെ റെസ്റ്റിങ്ങിൽ നിൽക്കുകയാണ്. ഓക്കെ, പ്രൈസ് ഡിമാൻഡ് ഒ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഡിമാൻഡ് ഒ ബി കൂടി ഒന്ന് പരിഗണിക്കാൻ പറ്റുന്നത് കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC ആണ്. ഓക്കെ, NTPC. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം തന്നെയാണ് എടുത്തത്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് നമുക്ക് എന്താണ് മേജറായിട്ട് ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ അല്ലേ, ഇതാണ് മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്ന ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, മേജറായിട്ട് ബൈയിങ് വന്ന ഒരു ഏരിയ അതിന് കറസ്പോണ്ട് ആയിട്ട് എന്താണ്, വോളിയത്തിലും നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേജർ ബൈയിങ് വന്ന ഒരു ഏരിയ കണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് അതിന് ശേഷം എന്താണ്, ഒരു ചെറിയൊരു കറക്ഷൻ താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കെന്താണ് ആ ഒരു ഏരിയനെ നമുക്കെന്താണ് പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാൽ, ഓക്കെ, ഒന്നുകൂടി സൂം ചെയ്യുന്നു, നമുക്ക് ഈ ഒരു വീക്ക്ലി റേഞ്ചിലെ ലോയും വീക്ക്ലി റേഞ്ചിലെ ഹൈയും ഇട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ശേഷം ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. കറക്റ്റ് വന്നത് എവിടെയാണ്, നമ്മളുടെ 0.5 ഇക്വിലിബ്രിയം ലെവലിൽ നിന്ന് ഒരു റിജക്ഷനാണ് നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് കാണുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മേജർ ആയിട്ടുള്ള ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ സ്വിങ് ലോ റൈറ്റ് ദെയർ ആൻഡ് എ സ്വിങ് ഹൈ റൈറ്റ് ദെയർ. ഓക്കെ, അതിനുശേഷം എന്താണ്, ഒരു കറക്റ്റീവ് മൊമെൻറ്റം വേണം. ഈ കറക്റ്റീവ് മൊമെൻറ്റം, ഒരു ഹെൽത്തി കറക്റ്റീവ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെൽത്തി കറക്റ്റീവ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു കറക്ഷൻ എപ്പോഴും ഒരു ഹെൽത്തി കറക്ഷൻ ആവണമെങ്കിൽ എന്താണ്, നമ്മൾ ഫിബ് ഇട്ട് നോക്കുക. നമ്മൾ ഫിബ് ഇട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിൻ്റെ 50%, ഓക്കെ, 50% നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. മിനിമം പ്രൈസ് ഒരു ഇക്വിലിബ്രിയം ലെവലിൽ വന്നിട്ടൊരു റിജക്ഷൻ കാണിക്കണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ് NTPC. ഓക്കെ, ഒരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ 2 ക്യാൻഡലിന് ശേഷം ദർ ഈസ് എ വീക്ക്ലി ക്യാൻഡലിൻ്റെ വോളിയം എന്ന് പറയുന്നതും ഒരു നല്ലൊരു ബൈയിങ് ഉള്ളൊരു മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഡെയിലിയിൽ നമുക്ക് മേജറായിട്ട് കാണുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡെയിലിയിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ബൈയിങ് മൊമെൻ്റ് കണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദർ ഈസ് എ ഡിമാൻഡ് ഒ ബി. കണ്ടല്ലോ, ഒരു ഡിമാൻഡ് ഒ ബി നമുക്ക് ഡെയിലി കാണുന്നുണ്ട്. ആ ഡിമാൻഡ് ഒ ബിയിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് വീണ്ടും പ്രൈസ് ഒരു മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലോ മനസ്സിലായല്ലോ. ഫ്ലോ മനസ്സിലാകുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാണ്, നമ്മളുടെ വീക്ക്ലി റേഞ്ച് എന്ന് പറയുന്നത് സ്വിങ് ഹൈ ടു സ്വിങ് ലോ ആണ്. പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ഒരു മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു, സ്വിങ് ഹൈ ടു സ്വിങ് ലോ, ദർ ഇസ് എ ഇമ്പൾസീവ് മൊമെൻറ്റം റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ നോക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നിട്ടുള്ളത് 0.5 ഇക്വിലിബ്രിയം ലെവൽ വരെ വന്നിട്ട് അതിനുശേഷം ഒരു മൊമെൻറ്റമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, പ്രൈസ് 0.5 നിന്ന് കറക്റ്റീവ് മൊമെൻറ്റം പോയി. അതിനുശേഷം വീണ്ടും ഒരു കറക്ഷൻ വന്നു. അതിനുശേഷം വീണ്ടും ഒരു ഇമ്പൾസീവ് മൂവ്. അതിനുശേഷം ഒരു കറക്ഷൻ. ഇപ്പോൾ ഒരു ഇമ്പൾസീവ് മൂവിൽ ഇപ്പം
നിൽക്കുന്നത് ഒരു ഇമ്പൾസീവ് വേവിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക ഏത് വേവിലാണ് ഉള്ളത്, ഏത് സ്ട്രക്ചറിലാണ് നോക്കുന്ന സമയത്ത് എന്താണ് ഒരു ബുള്ളി സ്ട്രക്ചറിലാണ് NTPC ഉള്ളത്. വേവ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇമ്പൾസീവ് വേവിലാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കറക്റ്റ് വേവിന് കാത്തു നിൽക്കുക. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് ഇപ്പം ഡിമാൻഡ് OBയിൽ നിന്ന് ഒരു ഡെയിലി ഡിമാൻഡ് OBയിൽ നിന്ന് ഓർഡർ എടുത്തിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. നമുക്കെന്താണ് ഒരു 4 അവറിലേക്ക് മാറ്റിയാൽ, എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്, എന്താണ് there is a liquidity sweep right here and a structure break here. ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ്. ഓക്കെ, 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കെന്താണ് ഈ ഒരു ലോ മുഴുവനായിട്ടൊരു മാനിപ്പുലേറ്റീവ് ലെഗായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് ഈ ഒരു ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് താഴുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഓർഡർ എടുത്തിട്ടാണ് പ്രൈസിൻ്റെ മൊമെൻറ്റം ഇനിയുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഞാൻ റിമൂവ് ചെയ്ത ഈ ഓർഡർ ബ്ലോക്ക് ഒന്ന് ഓർഡർ എടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ദർ ഈസ് എ ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്താണ് ഒരു വാലിഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ വാലിഡ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിന് വേണ്ട ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് ഓർ എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അതിനുശേഷം നമ്മളുടെ എന്താണ് ഒരു മാനിപ്പുലേഷൻ ലെഗും നമുക്ക് വേണം. ഓക്കെ, ഒരു മാനിപ്പുലേഷൻ ലെഗായിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഇനി NTPCയുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു മേജർ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് നമുക്കെന്താണ് ഈ ഒരു റേഞ്ച് 409.55 403.55. ഇതെന്താണ്, ഇത് നമുക്കൊരു മേജർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് OB ആയിട്ട് കൺസിഡർ ചെയ്യാൻ. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ വീക്ക്ലിയിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം ഒരു കറക്റ്റീവ് മൊമെൻറ്റം കഴിഞ്ഞ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിലേക്കായിട്ടാണ് NTPC നിൽക്കുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷൻ ചെയ്ത് പുതിയൊരു ഓർഡർ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം എന്താണ് നമ്മൾ 1 അവറിൽ നോക്കുന്ന സമയത്ത് എന്താണ് ദർ ഈസ് എ ഇമ്പൾസീവ് വേവിലാണ് നിൽക്കുന്നത്. നമുക്കെന്താണ് ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് കാത്തു നിൽക്കാം. നമ്മളുടെ മാർക്ക് ചെയ്തിട്ടുള്ള ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷം വിത്ത് എ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കെന്താണ് മുകളിലേക്ക് ഒരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ് കോൾ ഇന്ത്യ ആണ്. ഓക്കെ, കോൾ ഇന്ത്യ നമ്മളെന്താണ് വീക്ക്ലി ടൈം ഫ്രെയിം തന്നെയാണ് എടുത്തത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഒബ്വിയസ്ലി കോൾ ഇന്ത്യ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, കോൾ ഇന്ത്യ മേജറായിട്ട് ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഇവിടെ വീക്കിലി നമ്മുടെ മേജറായിട്ടുള്ളൊരു വീക്കിലി ബയാസ് നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലേ, ഒരു മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന് കറസ്പോണ്ട് ആയിട്ട് നോക്കൂ നിങ്ങൾ 2 വീക്ക്ലി വോളിയം ബാർ കൂടി അവിടെ ഫോമാണ്. ഓക്കെ, നമുക്കെന്താണ് ഡേ ടൈം ഫ്രെയിമിലേക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ട് ബൈയിങ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്, ഒരു വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടി. വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഓക്കെ, ഇപ്പം എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു വാലിഡ് സ്ട്രക്ചർ ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വാലിഡ് സ്ട്രക്ചർ ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വിങ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണ് സ്വിങ് ലോ. ഓക്കെ, നമ്മളുടെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് സ്വിങ് ഹൈ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്വിങ് ഹൈനെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ സ്വിങ് ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു സ്വിങ് ലോ, സ്വിങ് ഹൈ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ദർ ഈസ് എ DRT ലെവൽ നമ്മൾ വരച്ച് നോക്കാം. ഓക്കെ, വരച്ച് നോക്കാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മേജറായിട്ട് ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെഗ് എന്ന് പറയുന്നത് ഇതാണ് മേജറായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു ബൈയിങ് ലെഗ് എന്ന് പറയുന്നത്. ഇതാണ് ബൈയിങ് ലെഗ്.
അതിനുശേഷം എന്താണ് പ്രൈസ് ഒരു കറക്റ്റ് മൊമെൻറ്റം തന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറി, അതിനുശേഷം വീണ്ടും ഒരു മൊമെൻറ്റം താഴേക്ക് തന്നു, അതിനുശേഷം മൊമെൻറ്റം മുകളിലേക്ക് കയറി. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡീപ്പ് ഡിമാൻഡിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ 4 അവറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഒ ബി നമുക്ക് കൺസിഡർ ചെയ്യാം. ഏതായിരിക്കും നമ്മളുടെ ആ ഒരു ഒ ബി എന്ന് പറയുന്നത്? ഹിയർ, ഈ ഒരു ക്യാൻഡിലിനെ, ഓക്കെ, ഈ ഒരു ക്യാൻഡിലിനെ നമുക്ക് എന്താണ് ഒരു ഡിമാൻഡ് ഒ ബി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒ ബിയുടെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് 493, 465, ഓക്കെ, ആ ഒരു ലെവലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഡീപ്പ് ഡിസ്കൗണ്ട് ലെവൽ, ഓക്കെ, ഈ 0.75ഉം 1 ആ ഒരു ലെവലിലേക്കായിട്ട് ഡിമാൻഡ് ഒ ബിനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്കെന്താണ് ഒരു ഡിമാൻഡ് ഒ ബി കിട്ടി. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾ ഈ ഒരു ശ്രദ്ധിക്കുക, വോളിയൂം കൂടി കൺസിഡർ ചെയ്യുക. നിങ്ങൾ നോക്കൂ, ദർ ഈസ് എ വോളിയൂം. പ്രൈസ് ഇവിടെ നിന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന് മേജറായിട്ടൊരു മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക്, ഓക്കെ, മേജറായിട്ടുള്ളൊരു അഗ്രസീവ് മൊമെൻറ്റം തന്നെയായിരുന്നു. ഓക്കെ, ഒരു അഗ്രസീവ് മൊമെൻ്റ് ആയിരുന്നു മാർക്കറ്റ് മുകളിലേക്ക്. ദർ ഈസ് എന്താണ് വോളിയവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താണ്, അതിനുശേഷം നമുക്കൊരു ഡിമാൻഡ് ഒ ബി ക്രിയേറ്റ് ആയി. ഈ ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് എത്തിയിട്ടില്ല. ഓക്കെ, പ്രൈസ് എത്തിയില്ല. പ്രൈസ് അറൗണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഈ ഒരു ഏരിയയിലേക്ക് വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചതുപോലെ ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻ വരുന്ന സമയത്ത് എന്താണ്, there is a sell stop liquidity resting here, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റിംഗ് ഹിയർ. ഇതിൻ്റെ താഴെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താണ്, അതിൻ്റെ താഴെ തന്നെ നമുക്ക് എന്താണ് ഇതിനെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഇതും ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ താഴെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇതും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം മേജോറിറ്റി ആയിട്ട് എന്താണ് പ്രൈസ് ഇപ്പം നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന്, ഓക്കെ, പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് ഓവറോൾ ഒരു ഇമ്പൾസീവ് മൊമെൻ്റമായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കൊരു കറക്റ്റീവ് മൊമെൻ്റത്തിന് കാത്തു നിന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്തതിന് ശേഷം പ്രൈസ് ഈ ഒരു റേഞ്ചിൽ ഒരു എന്താ പറയുക ഒരു റിജക്ഷൻ കാണിച്ച് തിരിച്ച് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ക്ലോസോടെ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ഇമ്പൾസീവ് മൊമെൻ്റം വന്നു, കറക്റ്റീവ് മൊമെൻ്റം, നെക്സ്റ്റ് ഒരു ഇമ്പൾസീവ് മൊമെൻ്റം വരുന്നത് ഈ ഒരു ഏരിയ എന്നായിരിക്കും. ഓക്കെ, ബട്ട് അതിന് കാത്തിരിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കോൾ ഇന്ത്യയിൽ പറഞ്ഞത് എന്താണ്, നമുക്ക് മേജറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മാനിപ്പുലേറ്റീവ് ലെഗ് വന്നു. അതിനുശേഷം എന്താണ് മാനിപ്പുലേഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇമ്പൾസീവ് മൊമെൻ്റം മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം ഒരു കറക്റ്റീവ് മൊമെൻ്റം വന്നു, പക്ഷെ എന്താണ് ഒരു ഡിമാൻഡ് ഒ ബി നമുക്ക് താഴെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താണ് ഒരു ഡിമാൻഡ് ഒ ബി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് പ്രൈസ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മാർക്കറ്റിന് ഇനി മുകളിലേക്ക് പോകണമെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഒരു 7 പോയിന്റ് താഴെയായിട്ടൊരു ഡീപ്പ് ഡിമാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് ടാപ്പ് കിട്ടുകയാണെങ്കിൽ എന്താണ് ഈ ഒരു കറക്റ്റീവ് മൊമെൻറ്റം കഴിഞ്ഞിട്ട് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ അവിടെ എടുക്കാം. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ദർ ഈസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പം എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. ഓക്കെ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്താണ് വീക്ക്ലി ടൈം ഫ്രെയിം എടുക്കുന്നു. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള ഒരു വീക്ക്ലി ബൈയിങ് നടന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, അത് കണ്ടുപിടിക്കുക ആദ്യം. ഇതാണ് മേജർ ആയിട്ടുള്ള ഒരു ബൈയിങ് നടന്നിട്ടുള്ള ഒരു ഏരിയ അല്ലേ? മേജർ ആയിട്ടുള്ള ഒരു ബൈയിങ് നടന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ വോളിയം നോക്കൂ, വോളിയം കൺസിഡർ ചെയ്യുക. പ്രൈസ് എന്താണ്, പ്രൈസ് മേജർ ആയിട്ടുള്ളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മേജർ ആയിട്ടുള്ള വീക്ക്ലി ബയാസിൽ ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്. അതുപോലെ തന്നെ നിങ്ങൾ വോളിയം വിൽ ബി മുകളിലേക്ക്, പ്രൈസ് മുകളിലേക്ക്, വോളിയം നോക്കുകയാണെങ്കിൽ എന്താണ് വോളിയവും മുകളിലേക്ക്, പ്രൈസ് മുകളിലേക്ക്, വോളിയം മുകളിലേക്ക്.
ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ എന്താണ് നമുക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നതും എന്താണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ തന്നെയാണ്. അതുപോലെ വീക്ക്ലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ഏരിയ കൂടി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ ഒരു ഏരിയ, ഓക്കെ, ഞാൻ ഈ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് എന്താണ് ഇവിടെ നമ്മളുടെ ഫിബ് ടൂൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് നമുക്കൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യാം. ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ ഇമ്പൾസീവ് മൊമെൻറ്റം. കറക്റ്റീവ് മൊമെൻറ്റം വന്നത് എവിടെയാണ് നോക്കും നിങ്ങൾ, കറക്റ്റീവ് മൊമെൻറ്റം വന്നത് 0.5 അല്ലേ, 0.5 ഓക്കെ. നോക്കുകയാണെങ്കിൽ ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, കറക്റ്റീവ് മൊമെൻറ്റം വന്നു. ഇപ്പം എന്താണ് പ്രൈസ് വീണ്ടും ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിലേക്ക് ആക്സിലേറ്റർ ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണുന്നത്. ഇൻ ദ സെൻസ് ഓഫ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലും അതുപോലെ തന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയപ്പം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. ഓക്കെ, സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ മേജറായിട്ട് വന്ന ഒരു സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇതാണ് മേജറായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, നമുക്ക് ഈ ഒരു വീക്കിലിയിൽ നമുക്ക് മേജറായിട്ട് ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, കറക്റ്റീവ് മൊമെൻറ്റം വന്നു നമ്മളുടെ 0.5. ഓക്കെ, സ്വിങ് ഹൈ, സ്വിങ് ലോ മാർക്ക് ചെയ്തു, ഫിബ് വരച്ചു. നമ്മളുടെ കറക്റ്റ് വന്നിട്ടുള്ള പ്രൈസ് കറക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ അന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ എന്താണ് ദർ ഈസ് എ വോളിയം ഇംബാലൻസ്. ഓക്കെ, ദർ ഈസ് എ വോളിയം ഇംബാലൻസ്. അതിലേക്കാണ് പ്രൈസ് വന്നിട്ട് വീണ്ടും ലെവൽ തന്നെ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് കറക്റ്റ് കറക്ഷൻ തന്ന ഏരിയയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കാണാം. കാണാമല്ലോ. ഓക്കെ, 4 അവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ചുകൂടി വൃത്തിക്ക് കാണാം. ഓക്കെ, അതിനുശേഷം എന്താണ് നമുക്കൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ദർ ഈസ് ഹിയർ. ഓക്കെ, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് കിട്ടുന്ന ഏതായിരിക്കും, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, നമ്മുടെ ഇക്വിലിബ്രിയം ലെവലിൽ നമുക്കൊരു ഡിമാൻഡ് ഒ ബി കൂടി കിട്ടി. ഓക്കെ, ഇനി നമ്മളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കഥ പറയുന്ന പോലെ പറയണം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, അതിന് കറസ്പോണ്ടീവ് ആയിട്ട് ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. കറക്റ്റീവ് മൊമെൻറ്റം 0.5 ലെവൽ വരെ വന്നു. അതിനുശേഷം വീണ്ടും ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു. അതിനുശേഷം എന്താണ് ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു, ഇമ്പൾസീവ് മൊമെൻറ്റം. ഇപ്പോൾ എന്താണ് ഈ ഒരു 1 ഡേ അല്ലെങ്കിൽ 4 അവറിൽ നമുക്കൊരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നതിൽ നമുക്കൊരു ഡിമാൻഡ് ഒ ബി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം എന്താണ് പ്രൈസ് താഴെ വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചൊരു മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, പക്ഷേ നമ്മളുടെ ഏരിയ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ക്യാൻഡിലിനെ മുഴുവനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് മിറ്റിഗേറ്റഡ്. പക്ഷെ എന്താണ് നിങ്ങൾ ക്യാൻഡിലിൻ്റെ ബോഡി ഓപ്പൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മളുടെ എന്താണ് ഈ ഒരു ബെയറിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസ്, ഓക്കെ, ഓപ്പൺ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ക്യാൻഡിലിൻ്റെ ഈ ഒരു ഏരിയ വരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മിറ്റിഗേറ്റഡ്. പക്ഷെ എന്താണ് നമ്മളുടെ ഓപ്പണിൽ വെക്കുക. കാരണം എന്താണ് ഇത് ഓപ്പണിൽ വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് നമ്മളുടെ ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ്, നമ്മളെപ്പോഴും ഒ ബി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പറയല്ലോ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ. ഇവിടെ നിങ്ങൾ നോക്കണേ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ എന്താണ് ആ ഒരു ക്യാൻഡിൽ എന്താണ് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താണ് ഓർഡർ ബ്ലോക്ക് നെക്സ്റ്റ് ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഏരിയ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ്സ് നോട്ട് മിറ്റിഗേറ്റഡ്. ഓക്കെ, അതിനുശേഷം എന്താണ് നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നിട്ട് മാർക്കറ്റ് പോയി. ഇൻഡ്യൂസ്മെൻറ്റ് തരിക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയെന്ന് വിചാരിച്ചാൽ ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു സഡൻ റിവേഴ്സൽ. ഓക്കെ, നമുക്ക് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അഥവാ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി ആയിട്ട് കാണാം. ഓക്കെ, ഇനി ബ്രിട്ടാനിയക്ക് എന്താണ് താഴെ ഇക്വിലിബ്രിയം ലെവലിൽ ഒരു ഓർഡർ ബ്ലോക്ക് കിടക്കുകയാണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യാം, പ്രൈസ് താഴേക്ക് വന്നിട്ട് ഈ ഒ ബിയിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. അതിന് പ്രൈസ് എന്താണ്
അതിന് പ്രൈസ് ദർ ഈസ് എ ചാനൽ കൂടി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഡിമാൻഡ് OB എന്ന് പറയുന്ന അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, 5690, 5589. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ കഴിയണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം? അതുകൊണ്ട് നമ്മളുടെ OB നിങ്ങൾ നോക്കുക, ഈ OBയിൽ എന്താണ് സ്റ്റൈലിൽ പോയിട്ട്, സോറി ഇതിലില്ല, അത് ഈ ഒരു OBയുടെ 50% ഒരു മീൻ ആയിട്ടൊക്കെ നമുക്ക് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്ത് റിസ്ക് കുറയ്ക്കാം. ഓക്കെ, നമ്മളുടെ SL റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, അല്ലാതെ വേറെ ഒരു നിർവാഹമല്ല. ദർ ഈസ് നോ ബ്രേക്ക്ഔട്ട് ട്രേഡിങ് കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഒരു എന്താണ് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. ഓക്കെ, ഒരു കറക്ഷൻ മൊമെൻറ്റം എവിടെ നിന്ന് അവസാനിക്കുന്നു, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം എവിടെ നിന്ന് തുടങ്ങുന്നു, അവിടെ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രി. അപ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അടുത്തത് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി എൻ്റർപ്രൈസ് ആണ്. ഓക്കെ, അദാനി എൻ്റർപ്രൈസ് നിങ്ങൾക്കറിയാം. അദാനി എൻ്റർപ്രൈസ് സംബന്ധിച്ചിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ ഫണ്ടമെൻ്റലി അല്ല ചെക്ക് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. നമ്മൾ ടെക്നിക്കലി അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ദർ ഈസ് ഹിയർ അല്ലേ, ദർ ഈസ് ഹിയർ. കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് മേജറായിട്ടൊരു 2 ക്യാൻഡിൽ, ഓക്കെ, വീക്ക്ലി ക്യാൻഡിൽ മേജറായിട്ടുള്ളൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫേം ചെയ്യാം ദർ ഈസ് ഒരു ബൈയിങ്, ഒരു മേജറായിട്ടുള്ളൊരു ബൈയിങ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, മെയിൻലി പ്രൈസ് ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിൽ നിന്ന് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, വീക്കിലിയിൽ ഓക്കെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാം. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. പക്ഷേ 1 ഡേയിൽ നോക്കുന്ന സമയത്ത് എന്താണ് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് 4 അവറിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ 4 അവറിലേക്ക് ജസ്റ്റ് ഒന്ന് 1 അവറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കെന്താണ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, നേരെ 1 ഡേയിലേക്ക് തന്നെ വരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ബൈയിങ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഹിയർ അല്ലേ, മേജറായിട്ട് പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത്. നിങ്ങൾ വോളിയം കൺസിഡർ ചെയ്ത് നോക്കൂ, പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. വോളിയം നിങ്ങൾ നോക്കൂ, 1 2 3 4 ഇതിൻ്റെ വോളിയം ഫോർമേഷനും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അവിടെ മനസ്സിലാക്കാം വോളിയവും പ്രൈസും ഈക്വലി നമുക്ക് സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേജറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഓക്കെ മൈനറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഓക്കെ, ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം ഓക്കെ പ്രൈസിൻ്റെ ഇവിടെ നിന്നൊരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റും ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയ സമയത്ത് എന്താണ് നമുക്ക് ദർ ഈസ് എ ഡിമാൻഡ് OB നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇറ്റ്സ് മിറ്റിഗേറ്റഡ്. ഇപ്പോൾ പ്രൈസ് 4 അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ് മിറ്റിഗേറ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ ഒരു ചെറിയൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യാം, വേണമെങ്കിൽ വലിയൊരു OB ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്തായാലും ഈ ഒരു ചെറിയ OB ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് ടാപ്പ് ചെയ്തു. എന്താണ് ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കൂടിയാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, പ്രൈസ് ഡിമാൻഡ് OBയിലേക്ക് വന്ന് ടാപ്പ് ചെയ്ത് ഒരു ഷിഫ്റ്റിനായിട്ട് കഥ നിൽക്കുന്നത്. ഓക്കെ, ഇൻ ദ സെൻസ് എന്താണ് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനിൽ ഇവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പ് കൂടി ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം എന്താണ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ കണ്ടില്ല നിങ്ങൾ ആ ഒരു ഇമ്പൾസീവ് ക്യാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് ആ ഒരു ഇമ്പൾസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് കറക്റ്റീവ് മൊമെൻറ്റം വന്നു. എന്താണ് നമ്മളുടെ ഡിമാൻഡ് OBയിൽ നിന്ന് ഡിമാൻഡ് OBയിൽ ടാപ്പ് ചെയ്ത് ഇപ്പം ആ ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. നമുക്ക് 1 അവറിലേക്ക് കൂടി ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്
പറഞ്ഞ പോലെ ഡിമാൻഡ് ഒ ബിയിൽ ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, സ്വീപ്പ് ചെയ്ത സമയത്ത് പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ഒ ബി, അഗെയിൻ ഒരു ഒ ബി ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ആ ഒരു ഒ ബിയിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആറ്റ് ആനി എന്റർപ്രൈസ് ആ ഒരു മൊമെന്റത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മേജർ ആയിട്ടുള്ള നിങ്ങൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ് 4 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു കറക്ഷൻ, അതിനുശേഷം ആ ഒരു ഡിമാൻഡ് ഒ ബിയിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്, അതിനുശേഷം തിരിച്ച് എന്ത് ചെയ്യുന്നു, വീണ്ടും ആ ഒരു ഒ ബിയിലേക്ക് ടാപ്പ് ചെയ്യുന്നു, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഒ ബിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിനായിട്ട് തയ്യാറെടുക്കുന്ന പോലെയാണ് കാണുന്നത്. 1 അവറിൽ എഗെയിൻ ഒരു ഡിമാൻഡ് ഒ ബി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് വോളിയം റെസ്പോണ്ടിങ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒ ബി ഉണ്ടാക്കിയ ഈ ഒരു വോളിയം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിലിന്റെ വോളിയം എന്ന് പറയുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ബൈയിങ് വോളിയം തന്നെയാണ്. പ്രൈസ് തിരിച്ച് ആ വോളിയത്തിലേക്ക് വന്നു ബൈയിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു ഡിമാൻഡ് ഓർബിയിലേക്ക് എത്തിയിട്ട് പ്രൈസ് എന്താണ്, പ്രൈസ് ഒരു ഇമ്പൾസീവ് മൊമെന്റത്തിലേക്ക് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അടുത്ത നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. എന്താണ്, നിഫ്റ്റിയുടെ ഹൈ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറയുന്നത് റിലയൻസ് ആണ്. നിഫ്റ്റിയുടെ ആ ഒരു മൊമെൻറ്റത്തിനെ സ്വാധീനിക്കുന്ന സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ആണ്. നിഫ്റ്റി 50യുടെ ഹൈ വെയിറ്റേജ് സ്റ്റോക്ക് കൂടിയാണ് റിലയൻസ്. HDFC എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ ആണെന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളെന്താണ് റിലയൻസിനെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, റിലയൻസിനെ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഹൈലി ലിക്വിഡേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് റിലയൻസ്. ഓക്കെ, ഹൈലി ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആണ് റിലയൻസ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വീക്കിലിയിൽ നമുക്ക് മെജോറിറ്റി ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ വീക്കിലിയിൽ മെജോറിറ്റി ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഹിയർ ഇതാണ് മാർക്കറ്റിൽ മെജോറിറ്റി ആയിട്ട് ബൈയിങ് വന്നിട്ടുള്ള ഏരിയ. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഏരിയനെ നമുക്ക് എന്താണ് ഒരു സ്വിങ് ഹൈ വീക്ക്ലി റേഞ്ചിൽ എന്താണ് ഒരു വീക്ക്ലി റേഞ്ചിൽ ഒരു സ്വിങ് ലോ ആൻഡ് സ്വിങ് ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇങ്ങനെ സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ എന്താണ് പ്രീമിയം വാസ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് DRT ലെവൽസ് യൂസ് ചെയ്യാം. ഓക്കെ, DRT ലെവൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കറിയാം വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഓക്കെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ മേജറായിട്ട് ഈ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാപ്പ് ചെയ്താണ് പ്രൈസ് മുകളിലേക്ക് പോയത്. ഓക്കെ, വീക്ക്ലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഈ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു ഇംബാലൻസിൽ നിന്നല്ലേ, ഇവിടെ റിലയൻസ് ഉണ്ടാക്കിയ ഒരു ഇംബാലൻസിലേക്ക് പ്രൈസ് തിരിച്ചു വന്ന് തിരിച്ചു പോയതാണ്. ഓക്കെ, തിരിച്ചു വന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഒ ബിയിലേക്ക് പ്രൈസ് തിരിച്ചു വന്ന് ഇവിടെയുള്ള എല്ലാ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസും ഇതിൻ്റെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇമ്പൾസീവ് മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് വന്നു. കറക്റ്റീവ് മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി കറക്റ്റീവ് മൊമെൻ്റ് ആണ്. കാരണം എന്താണ്, ഒരു ഇക്വിലിബ്രിയം വരെ എത്തുന്നതിനും താഴേക്ക് റിലയൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, റിലയൻസ് വന്ന് ഇവിടെ നിന്ന് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, റിലയൻസ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കാരണം നിങ്ങൾ എന്താണ് നമ്മളുടെ ആ ഒരു ഓർഡർ ഫ്ലോ, കാരണം ഓർഡർ പോകുന്ന ഒരു ഫ്ലോ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കറക്റ്റീവ് മൊമെൻറ്റം, അതിനുശേഷം വീണ്ടും ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം, അതിന് കറസ്പോണ്ട് ആയിട്ടൊരു കറക്റ്റീവ് മൊമെൻറ്റം, ഈ കറക്റ്റീവ് മൊമെൻറ്റത്തിന് ശേഷം എന്താണ് ഇനി ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം. ഓക്കെ, ഇമ്പൾസീവ് കറക്റ്റീവ് എന്നൊക്കെ ഞാൻ 10-100 പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നതാണ്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുന്ന സമയത്ത് എന്താണ്
ഒരു ബുള്ളിഷ്നെസ് കുറവായിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ടല്ലേ തോന്നുന്നത്. പക്ഷെ നിങ്ങൾ വോളിയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കണം, ഈ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലും എന്താണ് പ്രൈസ് മുകളിലേക്കായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വോളിയം നോക്കും നിങ്ങൾ, വോളിയവും അതുപോലെ തന്നെ മുകളിലേക്കാണ്, പ്രൈസും മുകളിലേക്ക്, വോളിയം മുകളിലേക്ക്. ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ റൈറ്റ് ദർ. പ്രൈസ് മുകളിലേക്ക്, വോളിയം മുകളിലേക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദർ ഇസ് എ ട്രെൻഡ് സ്ട്രോങ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദർ ഇസ് എ പ്രൈസ് ആൻഡ് വോളിയം കോറിലേഷൻ വിൽ ബി പോസിറ്റീവ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് കിട്ടി. വീക്ക്ലിയിൽ നമ്മൾ ഇത്രയും കഥ പറഞ്ഞു. എന്താണ് ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ സെയിം സംഭവം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്ത്, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം, കറക്റ്റീവ് മൊമെൻറ്റം, ഇവിടെ നിന്ന് കറക്റ്റീവ് മൊമെൻറ്റത്തിൽ നിന്ന് എന്താണ് ദർ ഈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ എന്താ കാണുന്നത്? ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ, ബെയറിഷ് ക്യാൻഡിൽ നമുക്കെന്താണ് ഒരു 4 ഹവറിലേക്ക് കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. കറക്റ്റീവ് മൊമെൻറ്റം വന്നു, അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ശേഷം നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയത് കാണുന്നില്ലേ? ഈ ഒരു ഏരിയയിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെൽ സ്റ്റോപ്പ് ക്രിയേറ്റ് ആയത് ഒന്ന് 1 ഹവറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്താണ് ഒന്നുകൂടി പറയാം, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടി ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒന്നുകൂടി മായ്ക്കുകയാണ്. മാർക്കറ്റ് മേജർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് OBയിലേക്ക് ടാപ്പ് കിട്ടി. അവിടെ നിന്ന് വീണ്ടും പ്രൈസ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം പോയി, ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നത്. നമ്മളെന്താണ് സ്വിങ് ലോ ടു സ്വിങ് ഹൈ ഫിബ് വെച്ചതിൽ 0.5 0.75 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആണ്. താഴെയാണ് ഡീപ്പ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഏരിയയിൽ ഒരു കറക്ഷൻ. ഓക്കെ, ഒരു റിവേഴ്സൽ. എന്താണ്, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, അത് എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഇങ്ങനെ തെറ്റുന്നുണ്ട്. ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വന്നു, കറക്റ്റീവ് മൊമെൻറ്റം എൻഡിങ്, ഇമ്പൾസീവ് മൊമെൻറ്റം സ്റ്റാർട്ടിങ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇവിടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഓർഡർ, സപ്ലൈ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് ഇവിടെ പറയണ്ട. കാരണം സപ്ലൈ ഓർഡർ ബ്ലോക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ പരിഗണിക്കേണ്ട. നമുക്ക് ടാർഗറ്റിന് പരിഗണിക്കാം, എൻട്രിക്ക് പരിഗണിക്കേണ്ട. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് ബൈ ചെയ്യാനേ പറ്റൂ സ്വിംഗ് ബേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഡെയിലിയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓർഡർ ബ്ലോക്കല്ല. പക്ഷേ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി ബിൽഡപ്പ് കാണുന്നുണ്ട്. നിങ്ങൾ ലിക്വിഡിറ്റി നമ്മുടെ വീഡിയോ മാസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ അറിയാം, ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ദർ. ഓക്കെ, 4 ഹവറിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഇവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം എന്താണ്, ഇവിടെ നിന്ന് വീണ്ടും ഒരു ലെഗ് 1 2 3 ലെഗ് ഓഫ് ബൈയിങ്ങിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയാണ്. ഓക്കെ, 1 ലെഗ് ഓഫ് ബൈയിങ്, 2 ലെഗ് ഓഫ് ബൈയിങ്, 3 ലെഗ് ഓഫ് ബൈയിങ്. ഓക്കെ, അപ്പോൾ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ താഴെ എന്താണ്, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണാം. ഓക്കെ, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാം. ഇതായിരിക്കും ഒരു ഡിമാൻഡ് OB. ഓക്കെ, നമുക്കെന്താണ് ഡിമാൻഡ് സോണിൽ തന്നെയാണ് ഡിമാൻഡ് OB. ഓക്കെ, ദർ ഈസ് എ ഡിമാൻഡ് OB. 1 ഹവറിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്ട്രക്ചർ ബ്രേക്ക്. ദർ ഈസ് എ മൈനർ ലിക്വിഡിറ്റി സ്വീപ്പ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതിൻ്റെ താഴെ മുഴുവൻ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതിൻ്റെ താഴെ എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് റൈറ്റ് ഹിയർ. അപ്പോൾ എന്താണ്, നമുക്ക് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിലവിൽ റിലയൻസ് ഉള്ളതിനേക്കാൾ താഴേക്ക് വന്ന് ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്ന സമയത്ത് നമുക്ക് മുകളിലേക്കുള്ള ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നെസ്ലെ ഇന്ത്യ ആണ്. ഓക്കെ, നെസ്ലെ ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, മാർക്കറ്റ് ഒബ്വിയസ്ലി ഒരു ബുള്ളിഷ് തന്നെയാണ്. മാർക്കറ്റ് ഒരു ബുള്ളിഷിന് ശേഷം അതായത് മാർക്കറ്റ്
വീക്ക്ലി ടൈം ഫ്രെയിമിൽ നല്ലൊരു ബുള്ളിഷിന് ശേഷം, ഓക്കെ, ബുള്ളിഷിന് ശേഷം ഒരു ചെറിയൊരു കറക്ഷൻ പ്ലസ് എന്താണ് ഒരു ചെറിയൊരു കൺസോളിഡേഷൻ പോലെ, ഓക്കെ, ഒരു ചെറിയൊരു കൺസോളിഡേഷൻ പോലെ, ചെറിയൊരു കൺസോളിഡേഷൻ പോലെ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മേജർ ആയിട്ടുള്ളൊരു POIയിലേക്ക് മാർക്കറ്റ് വരുന്നത് പോലെ നമുക്ക് നോക്കാം. ഓക്കെ, വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം, വീക്ക്ലിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ മേജറായിട്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. ഓക്കെ, മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നിങ്ങൾ പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് ഹൈ, സോറി, നമുക്ക് മേജറായിട്ട് നമുക്ക് ഇവിടെ ഒരു വീക്ക്ലിയിൽ ആ ഒരു ഫ്ലോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ദർ ഈസ് എ ഡിമാൻഡ് OB. അതിനുശേഷം എന്താണ് നമുക്ക് മേജറായിട്ട് നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയതിൻ്റെ ഇമ്പൾസീവ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് വലുതായി പോയി എന്ന് വെച്ചാൽ നല്ലൊരു എന്താണ് ഒരു അഗ്രസീവ് മൊമെൻ്റത്തിലായിരുന്നു ആ ഒരു മൊമെൻ്റം പോയത്. ഓക്കെ, ഈ ഒരു അഗ്രസീവ് മൊമെൻ്റമാണ് അത് പോയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആ ഒരു ഫിബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് ഒബ്വിയസ്ലി ഒരു നൈസ് കറക്ഷൻ തന്നതുപോലെ തോന്നുന്നുണ്ട്, ഇല്ലേ? കാരണം എന്താണ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് നമ്മൾ ഫിബ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിലിബ്രിയം വരെ മിനിമം പ്രൈസ് പോയി അവിടെ നിന്ന് തിരിച്ചൊരു മൊമെൻറ്റം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ടുള്ള ലിക്വിഡിറ്റീസ്, ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു ബൈലഗ്, ഇവിടെ നിന്നൊരു ബൈലഗ്, ഇവിടെ നിന്നൊരു ബൈലഗ്, ഈ ബൈലഗിനെ എല്ലാം മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്ക്. ഓക്കെ, വോളിയം നമുക്ക് കറസ്പോണ്ട് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? ഒരു പ്രീമിയം പ്രൈസിലാണ് ഉള്ളത്. ഒരു പ്രീമിയം പ്രൈസിലാണ്. നമുക്ക് എന്താണ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം, ഓക്കെ, മുഴുവൻ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മാർക്കറ്റ് മുകളിലേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലിൻ്റെ താഴെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഓക്കെ, പ്രൈസ് ഇവിടെ മൈനറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നത് ഇവിടെയാണ്. നമുക്കൊരു മൈനറായിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, മൈനറായി സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. വേണമെങ്കിൽ എന്താണ് ഈ ഒരു ലോയിനെയും നമുക്ക് എന്താണ് ഒരു സ്വീപ്പ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു സ്വീപ്പ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്വീപ്പ് നടന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലോ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ലോയാണ്, അല്ലേ? ഇറ്റ്സ് എ ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ നിന്നാണ് ഒരു ഡിമാൻഡ് OB കൂടി ഉണ്ട്. ഇപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? ഇപ്പോൾ പ്രൈസ് ആ ഡിമാൻഡ് OBയിലേക്ക് എത്തും. കാരണം എന്താണ് ഇവിടെ ഡിമാൻഡ് OBയുടെ മുകളിലായിട്ട് ദർ ഈസ് എ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു. എന്താണ് ഡിമാൻഡ് OBയിലേക്ക് പ്രൈസ് വരുന്നില്ല. ഇവിടെ എന്താണ് ഇവിടെ 2 ലെഗ് ഓഫ് ബൈയിങ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ് ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബിലോ ഹിയർ, അല്ലേ? ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നമുക്ക് എന്താണ് 4 അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ദർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ ബിക്കോസ് ഓഫ് there is a one leg of buying and second leg of buying. ഇതിൻ്റെ ഒക്കെ താഴെ എന്താണ് ഇവിടെ നിന്ന് മേജറായിട്ട് എന്താണ് ഇവിടെ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ആണ്. പ്രൈസ് താഴേക്ക് വന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്, ഡിമാൻഡ് OBയും കൂടി കിട്ടുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നെസ്ലയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കാണാമല്ലോ. ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നി ഇവിടെ എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വിങ് ബേസിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുമോ? എന്ന് ചോദിച്ചാൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകില്ല. ഇതാണ് സ്വിങ് ട്രേഡ് ബേസിൽ സ്റ്റോക്സിൽ ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല.
ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നോക്കണേ, നെസ്ലേൻ്റെ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ സ്റ്റോക്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എന്താണ്, നമുക്ക് ആ ഒരു ലോജിക്കലി എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. കാരണം എന്താണ്, നെസ്ലെ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ലോൻ്റെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സ്വിംഗ് ട്രേഡിന് എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഇതിൻ്റെ മുകളിൽ നെസ്ലെ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോക്കിൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല. സ്റ്റോക്കിൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ബേസിലേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്താണ്, നെസ്ലെ F&O സെഗ്മെൻറ്റുള്ള ഒരു സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡബിൾ ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് 1 മന്ത് 2 മന്ത് 3 മന്ത് സൈക്കിളിൽ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് അവൈലബിൾ ആയിരിക്കാം. ഓക്കെ, നെസ്ലയിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം. നെസ്ലയിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നെസ്ലയുടെ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വരാം, ഫ്യൂച്ചറിൽ ഷോർട്ട് ഇതിൻ്റെ മുകളിൽ വരാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇൻട്രാഡേ ബേസിൽ നെസ്ലെ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവും. കാരണം ഇൻട്രാഡേക്ക് നമുക്ക് സെല്ല് ചെയ്യാം. പക്ഷെ എന്താണ്, ആ ഡേൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. പക്ഷെ എന്താണ്, നമ്മളൊരു പൊസിഷണൽ രീതിയിൽ ഒരു ദിവസത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ലോങ് പൊസിഷൻ, സ്വിംഗ് പൊസിഷൻ ആ ഒരു ലെവലിലേക്ക് സെല്ലിങ് അവൈലബിൾ അല്ല. പക്ഷെ എന്താണ്, നെസ്ലയുടെ ഡെറിവേറ്റീവ്സ് നമുക്ക് കോൺട്രാക്ട് പീരീഡ് കഴിയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് പോകാം. 1 മന്ത് 2 മന്ത് 3 മന്ത് വരെ കോൺട്രാക്ട്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ 3 മന്ത്സ് വരെ ഉള്ള ആ ഒരു ഹോൾഡിംഗ് പീരീഡിലേക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ എന്താണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, ഇതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാവാം. ഇവിടെ വെച്ചിട്ട് നെസ്ലേക്ക് ഒരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് മാർക്കറ്റിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ എന്താണ് സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് എന്താണ് ഒരു ഹെഡ്ജിങ് പർപ്പസ്, ഒരു ഇൻഷുറൻസ് പർപ്പസിന് ഫ്യൂച്ചറിൽ ഷോർട്ട് പോയ ആളുകളുണ്ടാവാം ഫോർ ദ പർപ്പസ് ഓഫ് ഹെഡ്ജിങ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കാം, ബൈ സ്റ്റോപ്സ് ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്, ദർ ഇസ് എ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഓർ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്, വരച്ചു, അതിൻ്റെ മുകളിൽ സെൽ സ്റ്റോപ്പ് ഉണ്ട്. നമുക്കെന്താണ്, വെയിറ്റ് ചെയ്തേ പറ്റൂ. പ്രൈസ് താഴെ വന്ന് ഡിമാൻഡ് OBയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഇവിടേക്ക് പ്രൈസ് പോകാനുള്ളൊരു പ്രോബബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്താണ്, പ്രോബബിലിറ്റി മാത്രമാണ്. എന്താണ്, ദർ ഈസ് നോ പ്രിഡിക്ഷൻ, ഇറ്റ്സ് ഓൺലി ആൻറ്റിസിപ്പേഷൻ. നെക്സ്റ്റ് നമ്മളെടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് സോന BLW പ്രിസിഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ബൈയിങ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണെന്ന് കാണുന്നുണ്ടോ? മേജറായിട്ടൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മേജറായിട്ടുള്ളൊരു 3 ബൈയിങ്ങിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ 3 പ്രൈസ് മുകളിലേക്ക് നിങ്ങൾ ആ ഒരു 3 ക്യാൻഡിലിൻ്റെ ആ ഒരു വോളിയൂം നോക്ക് നിങ്ങൾ. ദർ ഈസ് എ ബൈയിങ് വോളിയൂം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഒരു ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടൊരു എന്താണ് സെല്ലിങ്ങും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മേജറായിട്ടുള്ള ഒരു ഇമ്പൾസീവ് മൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറക്റ്റീവ് മൂവ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ്, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മളുടെ മേജറായിട്ടുള്ള ഒരു OB എന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് എ മേജർ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. ഓക്കെ, മേജറായിട്ടൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ ഡെയിലി ലെവലിൽ എന്താണ്, ഡെയിലി ലെവലിൽ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ്, ഡെയിലി ലെവലിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് താഴെ കാണാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് എന്താണ്, ഡീലിംഗ് റേഞ്ച് ലോയും കിട്ടി, അതുപോലെ തന്നെ ഡീലിംഗ് റേഞ്ച് ഹൈയും കിട്ടി, അല്ലെങ്കിൽ എന്താണ് ഒരു മേജർ സ്വിംഗ് ഹൈയും കിട്ടി, മേജർ സ്വിംഗ് ലോയും കിട്ടി. ഓക്കെ, മേജർ സ്വിംഗ് ലോയും കിട്ടി, മേജർ സ്വിംഗ് ഹൈയും കിട്ടി. അതിനുശേഷം എന്താണ്, ദർ ഈസ്
ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്കിംഗ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റിംഗ് മാർക്കിംഗ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ദർ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ. നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഒരു ബൈയിങ് ക്യാൻഡിൽ, ഒരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ടു വോളിയം ക്യാൻഡിൽ കൂടി ശ്രദ്ധിക്കുക. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വോളിയം അഗ്രഷനും കൂടി കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഡീപ്പ് ഡിമാൻഡിലാണുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡീപ്പ് പ്രീമിയം ഇക്വിലിബ്രിയം ഡിമാൻഡ്, ഡീപ്പ് ഡിമാൻഡ്. നമ്മളുടെ ഡീപ്പ് ഡിമാൻഡിലാണ് നമ്മളുടെ എന്തുള്ളത്, ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ഡീപ്പ് ഡിമാൻഡിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഡീപ്പ് ഡിമാൻഡിൽ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്താൽ പ്രൈസ് എന്താണ്, പ്രൈസ് ഡെയിലി ടൈം ഫ്രെയിമിൽ ദർ ഇസ് എ ഇമ്പൾസീവ് മൊമെൻറ്റം ഹാപ്പൻഡ്. ഓക്കെ, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം ഹാപ്പൻഡ്. ഓക്കെ, ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം ഹാപ്പൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഒരു കറക്റ്റീവ് മൊമെൻറ്റം ഹാപ്പൻഡ്. ഓക്കെ, ഇപ്പം എന്താണ്, കറക്റ്റീവ് മൊമെൻറ്റം ഡെയിലി ടൈം ഫ്രെയിമിൽ കറക്റ്റീവ് മൊമെൻറ്റം അവസാനിച്ചതായിട്ട് കാണുന്നില്ല. ഓക്കെ, 4 hour നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു കറക്റ്റീവ് മൊമെൻറ്റം അവസാനിച്ച് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്കെന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പും സ്ട്രക്ചർ ഷിഫ്റ്റും തന്നെ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കൂ. നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ വിത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ലിക്വിഡിറ്റി ഹണ്ട്. നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, താഴെ ഡിമാൻഡ് ഓബിയിലേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ശേഷം നമ്മളുടെ കറക്റ്റീവ് മൊമെൻറ്റം ഈ ഒരു ഡിമാൻഡ് ഓബിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ കൺഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് ടെക്നിക്കലി മൂവ് ചെയ്യാനുള്ള, മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ശേഷം കറക്റ്റീവ് മൊമെൻറ്റം ഇവിടെ കഴിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്ക് താഴെ ഒരു ഡിമാൻഡ് ഓബി ഉണ്ട്. ഡിമാൻഡ് ഓബി വരുന്ന സമയത്ത് എന്താണ്, നമ്മളുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു PDR എന്ന് പറയുന്നത് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കാണ്. ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് വരെ എത്താൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 685.30 നിൽക്കുന്നത്. നമ്മളുടെ ഓർഡർ ബ്ലോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു 25 പോയിന്റിൻ്റെ അല്ലെങ്കിൽ 20 പോയിന്റ് തന്നെ ഒരു താഴെയായിട്ടാണ് ഒരു ഡിമാൻഡ് ഓവിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, കഴിയുന്നതും എന്താണ്, പ്രൈസ് കുറച്ചുകൂടി ഇപ്പം നിൽക്കുന്ന ഡിമാൻഡിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഒരു ഡീപ്പ് ഡിമാൻഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ബൈയിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മളുടെ ഫേവറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഈ കറക്റ്റീവ് മൊമെൻറ്റം അവസാനിച്ച് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിൻ്റെ ഒരു ഇൻഡിക്കേഷന് കൂടി വോളിയത്തിൽ നമ്മൾ കാണണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ട് പരിഗണിച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നോട്ട് എ പ്രഡിക്ഷൻ, ഓൺലി ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് നമ്മൾ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് തന്നെ നോക്കാം. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് നമുക്ക് സ്വിങ് ലോ കിട്ടി. അതിനുശേഷം പ്രൈസ് എത്രയും മുകളിലേക്ക് പോയിട്ട് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇതുവരെയാണ് പ്രൈസ് എത്തിയത്. നോക്കുകയാണെങ്കിൽ നമുക്കതാണ് ഇവിടെ നിന്ന് ഈ ഒരു സ്വിങ് ലോയിൽ നിന്ന് ഒരു സ്വിങ് ഹൈയിലേക്ക് നമ്മളൊരു ഫിബ് വരച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഒബ്വിയസ്ലി എവിടെയാണ് വന്ന് നിന്നത്, ഒബ്വിയസ്ലി പ്രൈസ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുത്തിട്ടാണ് പിന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, ജസ്റ്റ് ഇത് ഒഴിവാക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ്, നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായതെന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്നില്ല. പക്ഷേ എന്താണ്, നമ്മളുടെ ഡിമാൻഡ് ഓബി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതാണ് വെക്കേണ്ടത്, ഇതാണ് നമ്മളുടെ ഡിമാൻഡ് ഓബി. പക്ഷേ എന്താണ്, പ്രൈസ് അങ്ങോട്ട് വന്നില്ല. ഓക്കെ, എന്താണ്, നമുക്ക് ഇതൊരു സ്വിങ് ലോ ആയിട്ട് മനസ്സിലാക്കി. കാരണം എന്താണ്, ഇവിടെ വന്ന് പോയ ഈ ഒരു ഇമ്പൾസീവ് മൊമെൻ്റ് കറക്ഷൻ അവസാനിച്ചത് ഇവിടെ നിന്നാണ്. അതിനുശേഷം ഇമ്പൾസീവ് മൊമെൻ്റ് ഹൈ എന്ന് പറയുന്നത് ഇത്. അവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് തിരിച്ച് ഡിമാൻഡ് ഓബിയിലേക്ക് വന്നില്ല. പക്ഷേ എന്താണ്, നമ്മൾ ഈ സ്വിങ് ലോയിൽ നിന്ന് ഈ ഒരു സ്വിങ് ഹൈയിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് എന്താണ്, ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ആ കറക്റ്റീവ് മൊമെൻറ്റം ഒബ്വിയസ്ലി നമ്മളുടെ ഫിബ് ലെവലിൽ ടാപ്പ് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഒരു ഹെൽത്തി കറക്ഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഹെൽത്തി കറക്ഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഡിമാൻഡ് ഓബിയിലേക്ക് വരാതെ എന്ത് ചെയ്തു, പ്രൈസ് വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് വീക്കിലി നടന്നു.
ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന പോലെ സ്വിംഗ് ലോ ആയിട്ട് ഇത് കൺസിഡർ ചെയ്തു. അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച് ഒരു സ്വിംഗ് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് ഫിബ് വെച്ചു. ഫിബ് വെച്ച സമയത്ത് എന്താണ് 0.5 താഴെ, അതായത് നമ്മളുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് വീണ്ടും ടാപ്പ് ചെയ്തിട്ടാണ് ആക്ച്വലി പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയത്. ഓക്കെ, ഇത് ഒഴിവാക്കാം. നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഹിയർ. നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഈ ലോനെ നമ്മളെന്താണ് ഒരു വാലിഡ് ലോ ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് പോയിട്ട് വാലിഡ് ഹൈ ക്രിയേറ്റ് ചെയ്തത് ഇവിടെയാണ്, വാലിഡ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ്, നമുക്ക് വീണ്ടും എന്താണ് ഈ സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് ഓർഡർ, കാരണം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത്. ഓക്കെ, ഇപ്പം എന്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ തട്ടിയിട്ട് തിരിച്ച് പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പ്രൈസ് വന്നു, താഴെ വന്നു, പ്രൈസ് വന്നു, താഴേക്ക് പോയി, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, നെക്സ്റ്റ് ഒരു ഇമ്പൾസീവ് മൂവ്. ഒക്കെ എന്താണ് ഗോദ്രേജ് എന്ന് പറഞ്ഞ ഒരു ഇമ്പൾസീവ് മൂവിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യുക, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു, അതിനുശേഷം മാർക്കറ്റ് ഒരു കറക്റ്റീവ് മൊമെൻറ്റിലേക്ക് വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഈ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഒരു ഇമ്പൾസീവ് മൂവിലാണ് ഇപ്പോൾ ഗോദ്രേജ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. എന്താണ് ഒരു ഇമ്പൾസീവ് മൂവിലാണ്, എന്താണ് ഒബ്വിയസ്ലി ഒരു നല്ലൊരു കാരണം ഒരു കറക്റ്റീവ് വേവിലല്ല, ഒരു ഇമ്പൾസീവ് മൂവിലാണ്. ഓക്കെ, ഇമ്പൾസീവ് മൂവ് അവസാനിച്ചിട്ടില്ല, കറക്റ്റീവ് മൂവ് തുടങ്ങിയിട്ടില്ല, ഇമ്പൾസീവ് വേവിൽ തന്നെയാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് തന്നെയാണ്. 4 ഹവറിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. 4 ഹവറിലേക്ക് നോക്കുന്ന സമയത്തും എന്താണ് ഒബ്വിയസ്ലി പ്രൈസിന് ഒരു 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 റിട്ടേൺ കാണുന്നില്ല, എന്താണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണുന്നില്ല. കാരണം എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും ഒരു കറക്റ്റീവ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. അതുപോലെ ഒരു കറക്റ്റീവ് മൊമെൻറ്റം നിന്ന് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താണ് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവിൽ തന്നെയാണെന്ന് പറയാം. ഓക്കെ, 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, മാർക്കറ്റ് താഴെ വന്നു, ഓർഡർ ബ്ലോക്ക് ഒന്ന് ഓർഡർ എടുത്തു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ് ഒരു ഇമ്പൾസീവ് മൂവിൽ തന്നെയാണ് ഗോദ്രേജ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓബ്വിയസ്ലി നമുക്കെന്താണ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദെർ ഈസ് എ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഓക്കെ, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അതിൻ്റെ മുകളിലും ഉണ്ട്. ഓക്കെ, മേജറായിട്ട് വന്നിട്ടുണ്ട്. മേജറായിട്ട് ആ ഒരു ഇമ്പൾസീവ് വേവിൻ്റെ ആ ഫ്ലോയിൽ വന്നിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. മേജർ ഒരു ബൈയിങ് പ്രഷർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, മേജറായിട്ടൊരു ബൈയിങ് പ്രഷർ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ട് ഒരു ബൈയിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു എന്തായിട്ട് കൺസിഡർ ആക്കാം, ഒരു ഡിമാൻഡ് ഒബി ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രൈസ് താഴേക്ക് വന്നിട്ട് ഈ ഡിമാൻഡ് ഒബിയിൽ നിന്ന് പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്താവാം കുറച്ചുകൂടി താഴേക്ക് വന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് 4 ഹവറിൽ എന്താണ് നമ്മളുടെ മുകളിലേക്കുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇതൊരു ടാർഗറ്റായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ആയിട്ട് ഒരു ടാർഗറ്റ് വെക്കാം. ഓക്കെ, അപ്പം ഗോദ്രേജിൻ്റെ ആ ഒരു ഫ്ലോ വേ നിങ്ങൾക്ക് ഉണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഒരു ഇമ്പൾസീവ് വേവിലാണെന്ന് മനസ്സിലാക്കുക. കറക്റ്റീവ് വേവ് തുടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള സ്റ്റോക്കിലൊക്കെ എന്താണ് നമുക്കൊരു കറക്റ്റീവ് വേവ് അവസാനിച്ച് ഒരു ഇമ്പൾസീവ് മൂവിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. ഗോദ്രേജ് എന്ന് പറയുന്നത് ഒരു ഇമ്പൾസീവ് വേവിൽ തന്നെയാണ്. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മളൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ട്രെൻഡ് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് കാണുകയാണെങ്കിൽ, ഇവിടെ ഓർഡർ ബ്ലോക്ക് കാണുന്നത്, ഒരു ഡിമാൻഡ് ഒബി കാണുന്നത്, ആ ഒരു ഇമ്പൾസീവ് മൂവിൽ മേജറായിട്ടുള്ളൊരു ഒരു 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 സ്പെഷ്യൽ ബൈയിങ് വന്നിട്ടുള്ളൊരു ഏരിയ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഒബി ആയിട്ട് കൺസിഡർ ചെയ്തത്. അവിടേക്കുള്ള പ്രൈസിൻ്റെ ഒരു ടാപ്പാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, നോട്ട് എ പ്രഡിക്ഷൻ. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ്. ഓക്കെ, ടാറ്റ പവർ ആണ്. നമ്മൾ വീക്കിലിയിൽ ബയാസ് നോക്കുന്ന സമയത്ത് എന്താണ് മാർക്കറ്റ് ബുള്ളിഷായി എന്താണ് മാർക്കറ്റ് ഇതുവരെ ബുള്ളിഷ് പോയി. അതിനുശേഷം ഒരു ചെറിയൊരു കറക്ഷൻ വന്നു. അതിനുശേഷം നെക്സ്റ്റ് ഇമ്പൾസീവ് മൂവിൽ എന്ത് ചെയ്തു, അവിടെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓൾ ടൈം ഹൈയിലെ
ഗ്രാബ് ചെയ്തിട്ടാണ് പ്രൈസ് താഴേക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾക്കറിയാം, മുകളിലും ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് മുകളിലെ ലിക്വിഡിറ്റി സ്വീപ്പ് കൺസിഡർ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ സ്വിങ്ങിനാണ് നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, അതിനുശേഷം പ്രൈസ് ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. അതിൽ പ്രകാരം എന്താണ്, വീക്ക്ലി മൊമെൻറ്റം, മെയിൻലി വീക്ക്ലി ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഹിയർ, ഇവിടെയാണ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം കാണിച്ചത്. നിങ്ങളെന്താണ്, പ്രൈസ് മുകളിലേക്ക്, അതുപോലെ തന്നെ നിങ്ങൾ വോളിയം നോക്കൂ, വോളിയം മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വോളിയം പ്രൈസും ഒരു പോസിറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റത്തിന് ശേഷം ദർ ഈസ് എ കറക്റ്റീവ് മൊമെൻറ്റം റൈറ്റ് ഹിയർ. ആ കറക്റ്റീവ് മൊമെൻറ്റം എന്താണ്, ഇവിടെ ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക്, അതിനുശേഷം ഒരു മൊമെൻറ്റം ഷിഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ഈസ് എ ഡെയിലി ടൈം ഫ്രെയിമിൽ, ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. മുകളിൽ ഇത് നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുള്ളത് ദ മോസ്റ്റ് മുഴുവനായിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പാണ് കാണുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഈ ഒരു മൊമെൻറ്റം നമുക്കെന്താണ്, ഈ ഒരു വീക്കിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് വെച്ചു, അതിനുശേഷം ഈ ഒരു ഇമ്പൾസീവ് മൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റീവ് മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ എന്താണ്, കറക്റ്റീവ് മൊമെൻറ്റം ഇക്വിലിബ്രിയവും കഴിഞ്ഞ് ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഡീപ്പ് ഡിസ്കൗണ്ടിലെത്തിയിട്ട് ആ ഡീപ്പ് ഡിസ്കൗണ്ടിലെ ഡിമാൻഡ് OBയിൽ നിന്നാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ഗോദ്രേജ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ടാറ്റ പവറും എന്താണ്, ഒരു ഇമ്പൾസീവ് മൂവ്, അതുപോലെ ഒരു കറക്റ്റീവ് മൂവ്. ആ കറക്റ്റീവ് മൂവ് എവിടെ ചെന്നാണ് അവസാനിച്ചത്, നമ്മളുടെ ഡിമാൻഡ് OB വീക്കിലിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ തന്നെ ഈ ഒരു ഇമ്പൾസീവ് വേവ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയ നമ്മളുടെ ഡിമാൻഡ് OBയിൽ നിന്നാണ് ആക്ച്വൽ ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്തു, ടാറ്റ പവറിൽ ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്തു. 4 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, 4 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ആ ഒരു കറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്ക്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ 0.5 പ്രൈസ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് 0.5 പ്രൈസ് വരാത്തത്? ഓക്കെ, ഇതൊരു ഹെൽത്തി കറക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അല്ല, കാരണം 0.5 വല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വന്ന് അവസാനിച്ചത്? അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒരു ബ്ലൂ ആക്കാം. ഓക്കെ, ഇത് ഇൻട്രാഡേ ബേസിൽ പല ആളുകളും കണ്ടുവച്ചിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഓർഡർ ബ്ലോക്ക്. പക്ഷെ എന്താണ്, ഈ ഓർഡർ ബ്ലോക്ക് ഫെയിലായി. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് ഫെയിലായാൽ നെക്സ്റ്റ് ബ്രേക്കർ ബ്ലോക്കാണ് അവിടെ ഫോം ആവുന്നത്. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായാൽ, ഓക്കെ, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിലായാൽ തിരിച്ച് ആ ഒരു ബ്രേക്ക് ഈവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഓർഡർ ബ്ലോക്ക് കൺവേർട്ടഡ് ഇൻ ടു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാറും. അതുകൊണ്ട് എന്താണ്, ഈ ഒരു കീ ലെവൽ എന്താണ്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയതാണ്. ഓക്കെ, ഇവിടെ 1 അവറിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് മേജറായിട്ട് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതാ, പ്രൈസ് മുകളിലേക്ക് പോയി തിരിച്ച് താഴേക്ക് വന്നിട്ട് നമ്മളുടെ OB മിറ്റിഗേഷൻ, പ്രൈസ് മുകളിലേക്ക്. നെക്സ്റ്റ് OB എന്ന് പറയുന്നത് ഏതാണ്, നെക്സ്റ്റ് OB എന്ന് പറയുന്നത് ഇതാണ്, നെക്സ്റ്റ് OB, അവിടെ മിറ്റിഗേഷൻ. ഓക്കെ, അതിനുശേഷം ആ ഒരു OB മിറ്റിഗേറ്റ് ചെയ്ത ആ ഒരു OBനെ ഇത് മിറ്റിഗേറ്റ്. ഇനി നെക്സ്റ്റ് OB എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നെക്സ്റ്റ് OB, നെക്സ്റ്റ് ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക്, പവർ ഗ്രിഡിൻ്റെ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താണ്, നമുക്ക് വാലിഡ് കാര്യങ്ങൾ നോക്കാം. സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്. ഇനി എന്താണ്, വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഹിയർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പും ഉണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, പ്രൈസ് എന്താണ്, പ്രൈസ് ഒന്നുകൂടി പ്രൈസ് താഴേക്ക് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിൽക്കുന്നത് 432 32 പ്രൈസ് ഒന്ന് താഴേക്ക് വന്നിട്ട്
നമ്മളുടെ ഡിമാൻഡ് ഒ ബി എന്ന് പറയുന്നത് 427 അതായത് എത്ര പോയിന്റിന്റെ ഒരു റൗണ്ട് ഒരു 7 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ കിട്ടിയിട്ട് നമുക്ക് എന്താണ് നല്ലൊരു മൊമെന്റം കിട്ടുകയാണെങ്കിൽ മുകളിലേക്കുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലാക്കുക, ടാറ്റ പവർ എന്ന് പറയുന്നത് മേജറായിട്ടൊരു ഇമ്പൾസീവ് മൂവ് വന്നു, ഡീപ്പായിട്ടൊരു കറക്ഷൻ വന്നു. ഡീപ്പായിട്ട് കറക്ഷൻ വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു ലോ എന്ന് പറയുന്നത് ഹൈലി പ്രൊട്ടക്ട് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു കറക്റ്റീവ് മൊമെന്റം 0.5 ഇക്വിലിബ്രിയം ലെവലിലേക്ക് വന്നില്ല. കാരണം ദർ ഈസ് എ ഓർഡർ ബ്ലോക്ക് ഫെയിൽ, ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയിട്ട് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് അവിടെ ഫോം ആയിട്ടുണ്ട്. ആ ബുള്ളിഷ് ബ്രേക്കർ, സോറി ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയാണ്, ഇവിടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇമ്പൾസീവായിട്ടൊരു മൊമെൻറ്റം വന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീപ്പായിട്ടൊരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. അതിനുശേഷം എന്താണ് നമുക്കൊരു ഇമ്പൾസീവ് വേവിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിബ് വെക്കുന്ന സമയത്ത്, ഈ ഒരു ലെവലിൽ ഫിബ് വെക്കുന്ന സമയത്ത്, സോറി ഇവിടെ ഒരു സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു ഹൈ വെക്കുന്ന സമയത്ത് പ്രൈസ് ഒ ബിയിലേക്ക്, സോറി ഈ ഒരു ഈക്വിലിബ്രിയത്തിലേക്ക് പ്രൈസ് വന്നില്ല. നോക്കൂ, പ്രൈസ് ഇമ്പൾസീവ് മൂവ് വന്നു, പ്രൈസ് ഇവിടെ നിന്ന് തിരിച്ചു പോയി. എന്താണ് കാരണം? കാരണം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ദർ ഈസ് എ സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആ സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയ സമയത്ത് തന്നെ എന്താണ്, സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയാൽ അവിടെ ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് അത് കൺവേർട്ട് ആവും. ആ ബ്രേക്കർ ബ്ലോക്ക് നിന്നാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മൾ 1 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നിയർലി കാണുന്ന ഒരു ഡിമാൻഡ് ഒ ബി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ഒരു നിയർലി ഡിമാൻഡ് ഒ ബി. പ്രൈസ് അവിടെ എത്തിയിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് കാണാം. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്. ഓക്കെ, അപ്പോൾ ഗ്ലെൻമാർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഒബ്വിയസ്ലി ഒരു ഹൈ ഗ്രോത്ത് സ്റ്റോക്ക് പോലെയാണ് കാണുന്നത്. കാരണം എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്കിലിയിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ 2024 ജൂണിലൊരു ബെയറിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ നമ്മൾ കാണുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ സ്റ്റോക്സ്, ഇതുപോലെ കറക്ഷൻ തരാതെ പോകുന്ന ടൈപ്പ് സ്റ്റോക്സ്, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എപ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ ഹെൽത്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പൾസീവ് മൂവ് അതിനനുസരിച്ച് ഒരു കറക്റ്റീവായിട്ടൊരു മൊമെൻറ്റ്, ഒരു ഇമ്പൾസീവ് മൂവ് അതിന് കറക്റ്റീവായിട്ടൊരു ഒരു ഹെൽത്തി മൊമെൻറ്റം, ഒരു കറക്ഷൻ, ഒരു ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. ഇതാണ് ആക്ച്വലി ഒരു സ്റ്റോക്കിൻ്റെ, ഒരു ഹെൽത്തി സ്റ്റോക്കിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഗ്ലെൻമാർക്ക് ഇതിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഹെൽത്തി കറക്ഷൻ, ഒരു മേജർ കറക്ഷൻ തന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ മേജറായിട്ടൊരു കറക്ഷൻ വന്നത് പിന്നെ ഇവിടെ മെയിനായിട്ട് കറക്ഷൻസ് വന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് മേജറായിട്ട് വന്നിട്ടുള്ള ഒരു കറക്ഷൻ, അതും ഒരു കൊല്ലം മുന്നേ. ഓക്കെ, അതിന് മുന്നേ മേജറായിട്ട് കറക്ഷൻ വന്നത്, ഓക്കെ ഒബ്വിയസ്ലി ഇതൊരു നൈസ് കറക്ഷനാണ്. ഈ ഒരു ഹെൽത്തി കറക്ഷന് ശേഷം നല്ലൊരു മൊമെൻറ്റ്, ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലിൻ്റെ ഒരു ഇക്വിലിബ്രിയം ലെവലിൽ നിന്നും താഴെ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കറക്ഷൻ. ഇതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയൊരു കറക്ഷൻ വീക്ക്ലിയിൽ കാണില്ല. നമ്മൾ ഡെയിലിയിൽ നോക്കുന്ന സമയത്തും നിങ്ങൾ നോക്കൂ, നമ്മൾ അഡ്രസ്സ് ചെയ്തതൊക്കെയാണ് ഒരു മേജർ കറക്ഷൻ. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പാൻഷനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് ഒരു ഹൈലി എക്സ്പാൻഷൻ ആണ് കാണുന്നത്. പിന്നെ ഒരു മേജർ ആയിട്ടുള്ള ഒരു കറക്ഷൻ ഇതിന് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്താണ് നല്ലൊരു ഹെൽത്തി കറക്ഷൻ കൂടി വേണം ആ ഒരു സ്റ്റോക്കിന്. ഓക്കെ, ഹെൽത്തി കറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റോക്സിൽ മാസീവായിട്ട് ബൈയിങ് വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിങ് വരും. കാരണം എന്താണ്, ഇവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അതിനുശേഷം നെക്സ്റ്റ് ആളുകൾ ബൈ ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യും, നെക്സ്റ്റ് സെല്ലിങ് വരും. അപ്പോൾ എന്താണ് ഒരു ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. എപ്പോഴും എന്താണ് ഒരേ ഒരു മൊമെൻറ്റത്തിൽ തന്നെ പോകുന്ന ഒരു സ്റ്റോക്കിനെ നമ്മൾ പേടിക്കണം. കാരണം എന്താണ്, അവിടെ കറക്ഷൻ നടക്കുന്നില്ല. കറക്ഷൻ നടക്കാത്ത സ്റ്റോക്കിനെ പേടിക്കുക തന്നെ വേണം. ഓക്കെ,
അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ എന്താണ് ഗ്ലെൻമാർക്ക് നമ്മൾ എന്താ പറയുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഒബ്വിയസ്ലി എന്താണ് ഈ ഒരു ഇതുപോലെയുള്ള സ്റ്റോക്സ് ഇതുപോലെ എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്സിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് മാർക്കറ്റ് എപ്പോഴും പോകുന്നത് എപ്പോഴും എങ്ങനെയാണ് ആ ഒരു സിക്സ് ആക്ക് പാറ്റേണിലാണ്, ഒരു ഹയർ ഹൈ ഹയർ ലോ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു സ്റ്റോക്ക് അഗ്രസീവായിട്ട് മുകളിലേക്ക് ഒരു ഹെൽത്തി കറക്ഷൻ ഞാൻ ഇതിൽ കാണുന്നില്ല. ഒരു ഹെൽത്തി കറക്ഷൻ ഞാനിത് കാണില്ല. അതിനർത്ഥം എന്താണ് ഇത് പൊട്ടി താഴെ വീഴും എന്നല്ല. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് എപ്പോഴും ഒരു ഇമ്പൾസീവ് ക്യാൻഡും ഒരു ഇമ്പൾസീവ് വേവും കറക്റ്റീവ് വേവും കാണുന്ന സ്റ്റോക്കുകളായിരിക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൽ ഡെയിലി ഈ ഒരു ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് ഇവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണുന്നുണ്ട്. എന്താണ് ഡെയിലി ഓർഡർ ബ്ലോക്കിൽ. ഓക്കെ, ഡെയിലി ഓർഡർ ബ്ലോക്കിൽ 4 അവറിലേക്ക് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഓർഡർ ബ്ലോക്കാണ് ഇതാണ്. കാരണം there is a structure break, then there is a liquidity sweep. ഓക്കെ, 1 അവറിൽ നോക്കുകയാണെങ്കിലും ഇറ്റ്സ് ഒബ്വിയസ്ലി എന്താണ് ഒരു ഡിമാൻഡ് ഓബി തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന ചോദിക്കുക, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു റാലി തന്നെയാണ്, മേജറായിട്ടുള്ള ഒരു കറക്ഷൻ വരുന്നില്ല. 4 അവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു സ്വിങ് ലോ ടു ഈ ഒരു സ്വിങ് ഹൈ, ഓക്കെ, ഇവിടെ ഇവിടെ മേജറായിട്ടുള്ള ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി മേജറായിട്ടുള്ള ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ പറയുന്നത് സ്വിങ് ഹൈ സ്വിങ് ലോ കറക്ഷൻ, ഒരു മേജറായിട്ടുള്ള കറക്ഷൻ വന്നിട്ടില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഒന്നും ഒരു മേജറായിട്ടുള്ളൊരു കറക്ഷൻ സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്, സ്റ്റോക്ക് നമ്മൾ ഒരു ഇതിൻ്റെ ബേസിലും അല്ല പറയുന്നത്. പക്ഷെ എന്താണ് നമ്മൾ എപ്പോഴും സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റീവും ഉള്ള സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുക എന്ന് വെച്ചിട്ട് ഇത് നല്ല സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഓർഡർ ബ്ലോക്കും അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. ബിക്കോസ് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പും കാര്യമുണ്ട്. പക്ഷെ എന്താണ് ഓർഡർ ബ്ലോക്ക് ഏറ്റവും റേഞ്ച് പ്രൈസിലാണ് നമുക്കൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിയത്. ഓക്കെ, താഴേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ there is another order block. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അംബുജ സിമെൻസ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളിലെ നമ്പർ 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് അംബുജ സിമെൻസ് ആണ്. ഓക്കെ, അംബുജ സിമെൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക്ലി റേഞ്ച് കാണുകയാണെങ്കിൽ ആ ഒരു ഫ്ലോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു കറക്റ്റ് മൂവ്മെൻറ്റിലല്ലേ. വീക്ക്ലി ആ ഒരു ബേസിൽ നോക്കുമ്പോൾ പ്രൈസ് ഒബ്വിയസ്ലി ആ ഒരു വീക്ക്ലി റേഞ്ച് വീക്ക്ലി റേഞ്ച് ലോ ഓർ വീക്ക്ലി റേഞ്ച് ഹൈയും വീക്ക്ലി റേഞ്ച് ലോയും നോക്കുന്ന സമയത്ത് പ്രൈസ് ആ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം ആ ഒരു കറക്റ്റീവ് മൂവ് വന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് there is the ഇക്വിലിബ്രിയം ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്വിങ് ലോയിന്നും സ്വിങ് ഹൈൻ്റെയും ഒരു 50% പ്രൈസ് കവർ ചെയ്ത് ആ 50% ഇക്വിലിബ്രിയം ലെവലിൽ നിന്ന് ഒരു റിജക്ഷനാണ് കാണുന്നത്. ഓക്കെ, ഒരു ഹെൽത്തി കറക്ഷൻ എന്ന് പറഞ്ഞൂടെ. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ അതുപോലെ തന്നെയാണ്. സ്വിങ് ഹൈ ആൻഡ് സ്വിങ് ലോ, സ്വിങ് ഹൈയും സ്വിങ് ലോയും ലോക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു 0.5 ഇക്വിലിബ്രിയം ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആവുന്നതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ there is a volume imbalance കാണാം. ഓക്കെ, there is a volume imbalance കൂടി കാണാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിനെ വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്? there is a gap. കണ്ടല്ലോ നിങ്ങൾ, ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് അല്ലെങ്കിൽ വോളിയം ലിക്വിഡിറ്റി വോയിഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, there is a ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്തിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്, there is a കറക്റ്റീവ് മൂവ്. ഈ കറക്റ്റീവ് മൂവിൽ there is a ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് കൂടി ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് നമുക്ക് ഒന്നുകൂടി പ്രൈസ് ഈ ഒരു മൊമെൻ്റം മുകളിൽ ആക്കിയാലേ നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഇത് വെറും ഒരു സ്ട്രക്ചർ ബ്രേക്ക് മാത്രമാണ്. ഓക്കെ, നമുക്ക് 4 അവറിൽ നോക്കുന്ന സമയത്ത്
4 hour നോക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ എന്താണ് പ്രൈസ് ആ ഒരു ലിക്വിഡിറ്റി വോയിഡിൽ നിന്ന് ആ ഒരു ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു കറക്റ്റീവ് മൊമെൻറ്റം വന്നു. ഇനി എന്താണ് പ്രൈസ് ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്നു. നമ്മൾ 4 hour നോക്കുന്ന സമയത്ത് എന്താണ് കറക്റ്റ് നിങ്ങൾ ആ ഒരു വോളിയം നോക്കൂ. വോളിയം ചെറുങ്ങനെ ഒരു ബൈങ് പ്രഷറുള്ള വോളിയം ബിൽഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4 hour നോക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ നിന്ന് നോക്കുക, ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. ഇത് മുഴുവനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്താണ് ഇത് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താണ് പ്രൈസ് ഇനിയും ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം ഇതുപോലെ കാണിക്കണം. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഒരു ഇമ്പൾസീവ് മൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റ് നടന്നു. പ്രൈസ് ഇക്വിലിബ്രിയം ലെവൽ അഥവാ ഡിസ്കൗണ്ട് ലെവലിലേക്ക് പ്രൈസ് വന്ന് ഇവിടെയുള്ള ഒരു ലിക്വിഡിറ്റി വോയിഡ് അല്ലെങ്കിൽ എന്താണ് ദർ ഈസ് എ വോളിയം ഇംബാലൻസ് എന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് ഒരു റിജക്ഷൻ മുകളിലേക്ക് കാണിക്കുന്നു. 1 hour എന്താണ് ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഡിമാൻഡ് OB ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡിമാൻഡ് OBയുടെ ക്രിയേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലോ ദർ ഈസ് സ്വീപ്ഡ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ലോ എന്ന് പറയുന്നത് ദർ ഈസ് എ സ്വീപ്ഡ് ലോ തന്നെയാണ്. ഓക്കെ, ഇപ്പം അംബുജ സിമെൻറ്റ്. ഓക്കെ, ഞാൻ പറയുന്നത് അംബുജ സിമെൻറ്റ് ദർ ഈസ് എ ഗുഡ് ഓർഡർ ബ്ലോക്ക് തന്നെയാണ് ഇത്. ബട്ട് എന്താണ് പ്രൈസ് താഴേക്ക് വന്ന് ഇപ്പം നിൽക്കുന്നത് 618 നമ്മളുടെ OB വരുന്നത് 608 600. ഓക്കെ, ഒരു 8 പോയിന്റ് SL ആ ഒരു ഡിഫറൻസിലാണ് വരുന്നത്. പ്രൈസ് എന്ത് ചെയ്യാം? പ്രൈസ് ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രൈസ് ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞു, പ്രൈസ് ഒരു ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞു, ഒരു കറക്റ്റീവ് മൂവ് അതിന് കറസ്പോണ്ടായിട്ട് വന്നു, നമ്മളുടെ ലിക്വിഡിറ്റി വോയിഡിൽ നിന്ന് ഒരു റിജക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാൻഡ് OBയിലേക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ലൊരു പോസിബിലിറ്റി കിട്ടും. മാർക്കറ്റ് മുകളിലേക്കുള്ള ഒരു നല്ലൊരു പോസിബിലിറ്റി കിട്ടും. ദർ ഇസ് എ ടാർഗറ്റ് ആയിട്ട് ഇതും ഹൈ എല്ലാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ എന്താണ് ബെറ്റർ ആയിട്ട് എന്താണ് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ട് നമ്മുടെ ഒരു ലോവർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു 15 മിനിറ്റിലോ 30 മിനിറ്റിലോ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് എത്രയാണെന്നനുസരിച്ചിട്ട് ഒരു ലോങ് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മീഡിയ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ നസാറ ടെക്നോളജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീക്ക്ലി ബയാസിലേക്ക് വരുന്നു. വീക്ക്ലിയിൽ ഫ്ലോ എന്ന് പറയുന്നത് ദർ ഇസ് എ വീക്ക്ലിയിൽ എന്താണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ദർ ഇസ് എ ഒരു ഇമ്പൾസ് നടന്നത് ഇവിടെയാണ്. അതിനുശേഷം എന്താണ് ചെറിയൊരു കറക്ഷൻ. ദർ ഇസ് നോട്ട് എ അൺഹെൽത്തി കറക്ഷൻ ബിക്കോസ് ഓഫ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അതൊന്നും ഫില്ല് ചെയ്യാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. പക്ഷെ എന്താണ് നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. അതുപോലെ എന്താണ് എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്കറ്റ് കളക്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിമാൻഡ് OB, ആ ഡിമാൻഡ് OB എന്ന് പ്രൈസ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇപ്പോഴത്തെ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ദർ ഈസ് ഹിയർ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് വന്ന സമയത്ത് നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത് താഴെ, വാലിഡ് ആയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടൊരു ഹൈ എന്ന് പറയുന്നത് ഇത്. ഇപ്പം എന്താണ് ഇപ്പം നമ്മളുടെ ഡീലിംഗ് റേഞ്ച് നമുക്ക് കിട്ടി. ഡീലിംഗ് റേഞ്ച് കിട്ടിയാൽ ഫിബ് വെച്ചിട്ട് സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് നമ്മളൊന്ന് വരയ്ക്കുക. ഓക്കെ, വരയ്ക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് ഇമ്പൾസീവ് മൊമെൻറ്റം കഴിഞ്ഞു, ഒരു കറക്റ്റീവ് മൊമെൻറ്റം എവിടെ വരെ എത്തി? ഇക്വിലിബ്രിയം വരെ എത്തി. ഹെൽത്തി കറക്ഷൻ നമുക്ക് കിട്ടി. ഈ നോക്കുന്ന ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ ബ്ലോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പറഞ്ഞതുപോലെ പ്രൈസ് ഒബ്വിയസ്ലി ഒരു OBയിൽ നിന്ന് ഓർഡർ എടുത്തു. അതിനുശേഷം വന്ന നെക്സ്റ്റ് OB എന്ന് പറയുന്നത് ഹിയർ, ഇവിടെ നിന്നാണ് ഓർഡർ എടുത്തത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് OB എന്ന് പറയുന്നത് ഹിയർ. ഈ ഒരു വീക്കായിട്ട് നമുക്കൊരു നെക്സ്റ്റ് OB കൺസിഡർ ചെയ്യാം. ഈ നെക്സ്റ്റ് OB ഉള്ളത് എവിടെയാണ്? നമ്മളുടെ ഡീപ്പ് ഡിമാൻഡ് സോണിലാണ്. ഇത് ഞാൻ 1 ഡേയിൽ വെച്ചതുകൊണ്ട് നമ്മൾ 4 hourലേക്കാണ് നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാകും. കണ്ടില്ലേ,
there is a liquidity sweep, then structure break, ഇമ്പൾസീവ് ലെഗ് നമ്മുടെ ലാസ്റ്റത്തെ ഈ ഒരു ക്യാൻഡലിനെ നമ്മൾ ഡിമാൻഡ് ഓബി ആയിട്ട് എടുത്ത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെ എന്താണ്, ദർ ഇസ് എ ലിക്വിഡിറ്റി ബിൽഡപ്പ്. ഓക്കെ, താഴെ വരുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേഷൻ. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, ദർ ഇസ് എ there is a one leg of buying, there is a second leg of buying, third leg of buying. Okay, then a consolidation. ഇതിൻ്റെ താഴെ എന്തായിരിക്കും, ഫുള്ളി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ലോഡഡ് ആയിരിക്കും. ഓക്കെ, ഇതിലാണ് നിങ്ങൾ ഒരു എൻട്രി പഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈസ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ പ്രൈസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കാരണം എന്താണ്, ഇനി ഈ ഒരു സ്റ്റോക്കിനല്ല, എല്ലാ സ്റ്റോക്കിനും ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രകാരം മുകളിലേക്ക് പോകണമെങ്കിൽ താഴെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അങ്ങനെ ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒ ബി, നമ്മളുടെ പി ഡി ആർ എന്ന് പറയുന്നത് ഡിമാൻഡ് ഒ ബി ആണ്. ഡിമാൻഡ് ഒ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമേ പ്രൈസ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, 4 hourൽ ദർ ഇസ് എ സ്ട്രക്ചർ ബ്രേക്ക്. ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഒരു ഫ്ലോ ഒ ബിന്ന് ഒ ബി ടാപ്പ് ചെയ്തു, അതിനുശേഷം നെക്സ്റ്റ് ഒ ബിന്ന് ഇവിടെ ടാപ്പ് ചെയ്തു, ഇനി വരുന്ന നെക്സ്റ്റ് ഒ ബി എന്ന് പറഞ്ഞാൽ ഇത് അൺമിറ്റിഗേറ്റഡ് ഒ ബി. ഈ അൺമിറ്റിഗേറ്റഡ് ഒ ബിയുടെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രൈസ് ഇപ്പോൾ ഉള്ളത് എന്താണ്, ആ ഒരു 4 hourൽ നോക്കുന്ന സമയത്ത് സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളുടെ ഡീലിംഗ് റേഞ്ച് കിട്ടി, നമ്മൾ ഡി ആർ ടി ലെവൽ വെച്ചു. ഡി ആർ ടി ലെവൽ വെച്ച സമയത്ത് എന്താണ്, നമുക്ക് ഡീപ്പ് ഡിസ്കൗണ്ടിൽ നമുക്ക് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഡിമാൻഡ് ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ആ ഡിമാൻഡ് ഓർഡർ ബ്ലോക്ക് പെർഫെക്റ്റ് ആവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി ഡിമാൻഡ് ഡിസ്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കുറച്ച് സ്റ്റോക്സിനെ കുറിച്ച് അനാലിസിസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റോക്സ് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ 2-3 സ്റ്റോക്സിൽ ചിലപ്പോൾ ഒരു സ്റ്റോക്കേ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് വീഡിയോ ഡ്യൂറേഷൻ പോയി. ഇനി വരുന്ന സ്റ്റോക്സൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൺസിഡർ ചെയ്യും. നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്സ് മറന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ചെയ്യും. അപ്പം ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ ചെയ്ത ഇതിൽ നമ്മളിപ്പം അനാലിസിസ് ചെയ്തതിൻ്റെ ഒരു വോളി കൺക്ലൂഷനിൽ എന്താണ്, നമ്മളുടെ സ്വിങ്ങിൽ നമ്മൾ ബൈ ആണ് ചെയ്യുന്നത്. ഓക്കെ, ബൈയേ ചെയ്യാൻ പറ്റൂ, എന്നിരുന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വരെയാണ് ബൈയിങ് ആണ് ചെയ്യുന്നത്. നമ്മളെന്താണ്, നമുക്ക് പല രീതിയിൽ ബൈയിങ് ചെയ്യാം. ഓക്കെ, പല രീതിയിൽ ബൈയിങ് ചെയ്യാം. ബൈയിങ് ചെയ്യുന്ന എന്താണ്, നമുക്ക് ലോ പ്രൈസിൽ ബൈ ചെയ്തിട്ട് ഹൈ പ്രൈസിന് സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ബൈ ചെയ്യുന്നത് ഹൈ പ്രൈസിന് ബൈ ചെയ്തിട്ട് അതിനേക്കാൾ ഹൈ പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, 2 ബൈയിങ് സെനാരിയോ ആണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ലോ പ്രൈസിന് വാങ്ങിയിട്ട് ഹൈ പ്രൈസിന് ചെയ്യാം. രണ്ടാമത് എന്താണ്, ഹൈ പ്രൈസിന് വാങ്ങിയിട്ട് അതിനേക്കാൾ ഹൈ പ്രൈസിന് സെല്ല് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾക്കറിയാം, കണ്ടിന്യൂഷൻ എൻട്രി മെത്തേഡും റിവേഴ്സൽ എൻട്രി മെത്തേഡും. കണ്ടിന്യൂഷൻ എൻട്രി മെത്തേഡ്, റിവേഴ്സൽ എൻട്രി മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അനാലിസിസ് ചെയ്യുന്നത് നമ്മളുടെ ICT ടെക്നിക്ക് പ്രകാരം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റിവേഴ്സൽ ഏരിയാസ് ആണ്. കാരണം എന്താണ്, നമുക്കറിയാം മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്. ഈ ഇമ്പൾസീവ് മൂവ് കഴിയുന്നതും കറക്റ്റീവ് മൂവ് ആരംഭിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മളുടെ ബൈ. ഓക്കെ, പക്ഷേ എന്താണ്, ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു ഇമ്പൾസീവ് മൂവ് വന്ന് ഒരു കറക്റ്റീവ് മൂവ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നോർമൽ റീറ്റെയിലേഴ്സ് ഈ ഹൈ മാർക്ക് ചെയ്തു വെക്കും. അവരെവിടുന്നാണ് ബൈ ചെയ്യുന്നത്, അവർ ബൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്. എന്ന് പറയുന്നത് ബൈ ചെയ്യുന്നത് എപ്പോഴും ഹൈ പ്രൈസിനായിരിക്കും എപ്പോഴും ബൈ ചെയ്യുന്നത്. സെല്ല് ചെയ്യുന്നത് അതിനേക്കാൾ എക്സ്ട്രീം ഹൈ പ്രൈസിനാണ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് എന്താണ്, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്. കാരണം വർഷങ്ങളായിട്ട് മാർക്കറ്റ് പൊട്ടിക്കാതെ വെച്ച ഹൈ പൊട്ടിക്കുന്ന ദിവസം എല്ലാവരും മാർക്കറ്റിലേക്ക് വരും. എന്ത് ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും. ഇതുപോലെ
ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ നിൽക്കുമെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് അല്ല. ഓക്കെ, ഇപ്പം ഞാൻ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒരു സ്ലൈഡ് കൂടി കാണിച്ചിട്ട് നിർത്താം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിൻസർവിൻ്റെ ചാർട്ടാണ് എൻ്റെ മുന്നിലുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത റിവേഴ്സൽ ആ ഒരു ICT മോഡൽ അല്ലാതെ നമ്മൾ ഒരു നോർമൽ റീറ്റെയിൽ ചിന്താഗതി, ഓക്കെ, നോർമൽ റീറ്റെയിൽ ചിന്താഗതി ചെയ്യുന്ന ഒരാളെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാനൊരു നോർമൽ റീറ്റെയിലറുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്തായിരിക്കും? ദർ ഈസ് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അതിന് മുകളിൽ എന്താണ്? ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതിന് മുകളിലാണെങ്കിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ ഈ ഒരു ഹൈ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ 2 ഹൈ കിട്ടിയിട്ടുണ്ട്. ഈ 2 ഹൈ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു ഹൈയിലേക്കോ അല്ലെങ്കിൽ ഒരു എൻട്രി എടുക്കും. ഓക്കെ, അതിനുശേഷം എന്താണ്? ഞാൻ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുത്ത് ഇതാണ് നോർമൽ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്. നിങ്ങൾ ആര് സ്റ്റോക്ക് അനാലിസിസ് ചെയ്യുന്നത് നോക്കിയോ? യൂട്യൂബിൽ പല ആളുകളുടെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്ക് എന്താ പറയുക സജസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോ നോക്കുക, അവരൊക്കെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ആയിരിക്കും. കാരണം എന്താണ്? ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ഒരു കാര്യം എന്താണ്? ഒരു ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ സിമ്പിളായിട്ട് നോക്കുക, ഈ ഒരു ഹൈ, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? അവിടെ അത് എന്താണ്? സ്ക്രീനേഴ്സിൽ ആ സ്റ്റോക്ക് വരും, ഒരുപാട് റെക്കമെൻഡേഷൻ ആ സ്റ്റോക്സ് വരും. കാരണം എന്താണ്? ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി അങ്ങ് ബൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അഗ്രസീവായിട്ട്. കാരണം എന്താണ്? ബ്രേക്ക് ഔട്ട് ട്രേഡിങ് എപ്പോഴും എങ്ങനെയാണ്? ആളുകളുടെ ഫേവറേറ്റ് ആയിരിക്കും ബ്രേക്ക് ഔട്ട് ട്രേഡ്. ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്പം എടുക്കും മുകളിലേക്ക്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ആക്ച്വലി ഒരു പ്രൊട്ടക്റ്റീവായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു ഏരിയ നിങ്ങൾ പറയും. ഒരു 4 hourൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു സ്വിങ്ങിൻ്റെ താഴേക്കായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഡേയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ ഒരു പ്രൈസിൻ്റെ മൊമെൻറ്റം ആക്ച്വലി തുടങ്ങിയത് ഇവിടെ നിന്നാണ് ആക്ച്വലി തുടങ്ങിയത്. നമ്മൾ ഇവിടെ നിന്നൊന്നും ബൈ ചെയ്യാതെ നമ്മൾ ബൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. നമ്മൾ എക്സ്ട്രീം ഹൈന്ന് അഥവാ വെരി ഹൈ പ്രൈസിന് ബൈ ചെയ്തിട്ട് വെരി ഹൈ പ്രൈസിന് സെല്ല് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മളുടെ ICT പ്രകാരം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരിക. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ദർ. ഓക്കെ, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ദർ. അതിനുശേഷം എന്താണ്? നമുക്കൊരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, ഒരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? ഫിബ് വെച്ചിട്ട് സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബ് വരയ്ക്കുന്നു. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിം കഴിഞ്ഞു. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? പ്രൈസ് കറക്റ്റ് എവിടെയാണ്? നമ്മളുടെ ഈ ഒരു ഇമ്പൾസീവ് മൂവിന് കറക്റ്റീവായിട്ടുള്ള ഒരു കറക്ഷൻ മൊമെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ നമ്മൾ നേരത്തെ അംബുജ സിമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? ദർ ഈസ് എ ലിക്വിഡിറ്റി വോയിഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി വോയിഡ് വന്നിട്ടുണ്ട്. നമുക്കെന്താണ്? കുറച്ചുകൂടി നമ്മളൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. 1 hourലേക്ക് ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടതിന് ശേഷം ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ദർ ഈസ് എ അഗ്രസീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞു. ഓക്കെ, ദർ ഈസ് എ അഗ്രസീവ് മൊമെൻറ്റം. എന്താണ്? പ്രൈസ് വന്നു, ഒരു അഗ്രസീവ് മൊമെൻറ്റം വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കറക്ഷനിലേക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചെറിയൊരു കറക്ഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു എൻട്രി കൊടുത്തിട്ട് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ ഒരു എൻട്രി എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ,
നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിനേക്കാൾ എത്രത്തോളം പ്രോഫിറ്റ് പൊട്ടൻഷ്യലിറ്റിയാണ് നമുക്കുള്ളത്. കാരണം ഇതുപോലെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു കറക്റ്റ് മൊമെൻറ്റം കഴിയുന്ന ഇടത്ത് നമുക്ക് ആ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കറക്റ്റ് മൊമെൻറ്റം കഴിയുന്ന സ്ഥലത്തും ഇമ്പൾസീവ് മൊമെൻറ്റം തുടങ്ങുന്ന സ്ഥലത്തും അവിടെ നിന്ന് വേണം ഒരു സ്വിംഗ് ട്രേഡർ എൻട്രി എടുക്കാൻ. അല്ലാതെ ഇതുപോലത്തെ വിവരക്കേട് ബ്രേക്ക് എൻട്രീസ് എല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ. ഒരു ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു സാധനം വില കുറഞ്ഞ് വാങ്ങിയിട്ട് വില കൂട്ടി വിൽക്കുന്നതാണ് നമ്മളുടെ തന്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ വില കൂടിയിട്ടുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ട് അതിനേക്കാൾ വില കൂടിയ സ്ഥലത്ത് പോയി വിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ് നിങ്ങൾ സ്വിംഗ് നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ചെയ്യാം. അത് ഷോർട്ട് ടേം പീരീഡിലാണ്. ഇതുപോലെ എന്താണ് ഒരു സ്റ്റോക്ക് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ബജാജ് ഫിൻസേർവിൻ്റെ ഈ റാലി തുടങ്ങിയത് ഓഗസ്റ്റ് 14-നാണ്. ഈ ഓഗസ്റ്റ് 14, 15, 16 എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും. എന്താണ് നമ്മളുടെ ബുൾഷിറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കൂ, ഇത്രയും പ്രൈസ് മുകളിലേക്ക് കയറിയിട്ട് പോലും എടുക്കാതെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. നമ്മളെ ഉള്ളിലൊരു ഹോപ്പ് ക്രിയേറ്റ് ആവുകയാണ്. അത് ക്രിയേറ്റ് ആവും. ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാ സെനാറിയോയിലും ഇങ്ങനെ പോവില്ല. ഇങ്ങനെ എല്ലാ സെനാറിയോയിലും പോവില്ല. അപ്പം നമ്മൾ ടിപ്പിക്കലി ആ ഒരു റീറ്റെയിൽ ചിന്താഗതിയിൽ നിന്ന് മാറി ചിന്തിച്ച് ആ ഒരു റിവേഴ്സൽ ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കറക്ഷൻ കഴിയുന്ന ഏരിയ ടു ഇമ്പൾഷൻ തുടങ്ങുന്ന ഏരിയയിൽ നിന്ന് ബൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്ന ഏരിയ ഏതാണ്, അവിടെ ആയിരിക്കണം നമ്മളുടെ സെല്ല് ചെയ്യേണ്ട ഏരിയ. മനസ്സിലായല്ലോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഏതാണ്, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്ന ഏരിയയിൽ അവർ സെല്ലായിരിക്കും ചെയ്യുക. റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്ന ഏരിയയിൽ അവരെന്താ ചെയ്യുക, അവർ ബയ്യാ ചെയ്യുക. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ചോദിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, പല യൂട്യൂബേഴ്സും അല്ല, പല റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളും കൂടുതൽ ആളുകളും ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. കൂടുതലും ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അതാണ്. ഹൈ പ്രൈസിന് വാങ്ങിയിട്ട് അതിനേക്കാൾ ഹൈ പ്രൈസിന് വിൽക്കുക. ഒരു സ്റ്റോക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് കാലങ്ങളായിട്ടുണ്ടാക്കിയ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ആക്ഷൻ ആക്ച്വലി ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ആക്ച്വലി ഇവിടെ ഇതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാതെ ആക്ച്വലി എന്തായിരിക്കും, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച് ഇവിടെ ദർ ഈസ് എ വാലിഡ് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടാവും. ആക്ച്വലി നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങാതെ ഒരു സ്റ്റോക്ക് 6 മാസം കൊണ്ടും 3 മാസം കൊണ്ടും ബ്രേക്ക് ചെയ്യാത്ത അവിടെ പോയിട്ട് ബ്രേക്ക് ചെയ്യുന്ന അതുപോലത്തെ മണ്ടത്തരമായിട്ടുള്ള സ്ട്രാറ്റജികൾ ചെയ്യാതിരിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക. ഒരു സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു ഓർഡർ ബ്ലോക്കാണ് കണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എത്തുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര കാലം അതിന് വെയിറ്റ് ചെയ്തു, എത്ര കാലം നിങ്ങൾ ആ ഒരു ചിലപ്പോൾ ഓർഡർ ബ്ലോക്കിലേക്ക് എത്താൻ 2 ആഴ്ച 3 ആഴ്ച 1 മന്ത് കാത്തിരുന്നിട്ടുണ്ടാവും. പക്ഷെ ആ റൈറ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസമാണ് വെയിറ്റ് ചെയ്തത്, അതിനുള്ള ഒരു റിവാർഡായിരിക്കണം നിങ്ങൾ അവിടെ വെക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒറ്റ എക്സാമ്പിൾ കൂടി പറയാൻ ഞാൻ നിർത്തുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് താഴേക്ക് വന്ന് നമ്മളുടെ സെറ്റപ്പ് പ്രകാരം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന്. ഇപ്പോൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കോൺസെപ്റ്റ് പ്രകാരം എന്ത് ചെയ്യും, അവർ ഈ ഹൈ വരെ പ്രൈസ് വരാൻ വെയിറ്റ് ചെയ്യും. താഴെ നിന്നുള്ള പ്രൈസ് ആക്ഷൻ ഒന്നും അവർ കാണില്ല. എപ്പോഴും ബ്രേക്ക് ഔട്ട്. നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ട് അതിനുശേഷം നമ്മളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കണ്ടു. നമ്മൾ വെയിറ്റ് ചെയ്യാണ് പ്രൈസ് എന്ത് ചെയ്യണം, ഈ ഒരു OBയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് എറൗണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 1.5 മന്ത്
1.5 മന്ത് എടുത്തു നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്കിലെത്താൻ. 1.5 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്താണ്, എൻ്റെ പേഷ്യൻസ് ആണ് എനിക്കുള്ള റിവാർഡ് പറയുന്നത്. എന്താണ്, നല്ലൊരു റിവാർഡായിരിക്കും ഞാനിവിടെ വെക്കുക. കാരണം എന്താ, ഞാൻ അത്ര കാലം ഞാൻ വെയിറ്റ് ചെയ്തു ആ ഒരു സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്റ്റോക്കിൻ്റെ ഓർഡർ ബ്ലോക്ക്, എൻ്റെ എൻട്രി, ഇറ്റ്സ് അബൌട്ട് നോട്ട് അബൌട്ട് ദ എൻട്രി അല്ല, റൈറ്റ് എൻട്രിയാണ് നമുക്ക് വേണ്ടത്. 1.5 മാസം ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. 1.5 മാസത്തിന് ശേഷം എൻ്റെ സ്ഥലത്തെത്തി. ഓക്കെ, ഞാൻ എവിടെ നിന്നാണ് ഉദ്ദേശിച്ചത് ആ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഞാൻ കൺഫർമേഷൻ നോക്കി ഞാൻ 1.5 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുള്ള ഒരു റിവാർഡായിരിക്കും എനിക്ക് വേണ്ടത്. ഓക്കെ, അത് ചിലപ്പം 1:5 ആവാം, 1:6 ആവാം, 1:3 ആവാം, ഒരിക്കലും 1:2 ആയിരിക്കില്ല. ഓക്കെ, അവിടെ നിന്ന് റൈറ്റ് എൻട്രിയാണ് അതെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, നമ്മളുടെ പേഷ്യൻസ് സ്പേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് നമ്മൾ സെല്ല് ചെയ്ത് ഒഴിവാകും. അപ്പോഴാണ് ഈ സ്റ്റോക്ക് സ്ക്രീനേഴ്സിലേക്ക് വരും, യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യും. എന്തിന്? മേജറായിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് പൊട്ടിക്കാതെ വെച്ച റെസിസ്റ്റൻസിൻ്റെ അടുത്ത് പൊട്ടിക്കാനായിട്ട് ഈ സ്റ്റോക്ക് എത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഫൂളിഷ് ന്യൂസും അതും ഇതുമെല്ലാം വരുന്ന അവിടെ നമ്മളെന്താണ്, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ആ ഒരു കറക്റ്റ് മൊമെൻ്റ് കഴിയുന്ന ഏരിയയും ഇമ്പൾസീവ് മൊമെൻറ്റം തുടങ്ങുന്ന ഏരിയയിലും നമ്മൾ എൻട്രി എടുത്തു, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ സെല്ല് ചെയ്തു. ഇനി എന്താണ്, ഇനി റീറ്റെയിലേഴ്സ് നോക്കിക്കോളും. അവരെന്ത് ചെയ്യും, പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും. എന്തെങ്കിലും ഒരു നല്ല വാർത്ത ഉണ്ടെങ്കിൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റയടിക്ക് പ്രൈസ് താഴേക്ക് പോകും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൈസ് റിവേഴ്സൽ ട്രേഡ്സ് എടുക്കാൻ നോക്കുക. റിവേഴ്സൽ ട്രേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന സമയത്താണ് ആ കറക്റ്റ് റിവേഴ്സൽ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു മാർജിൻ ആയിരിക്കും. അതുപോലെ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നത് എന്താണ്, നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും മാച്ചിങ് ആയിരിക്കും. നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയായിരിക്കും നമ്മളുടെ ബൈ. ഓക്കെ, പ്രീമിയം പ്രൈസ് എന്നായിരിക്കും നമ്മളുടെ സെൽ. ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തിരിച്ചാണ്. നിങ്ങൾ നോക്കുക, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തിരിച്ചാണ്. നമ്മൾ ബൈ ചെയ്യുന്നത് എവിടുന്നാണ്, പ്രീമിയം ഏരിയ എന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. സെല്ല് ചെയ്യുന്നത്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് സെല്ല് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിന് കുറഞ്ഞ പൈസയ്ക്കാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, എന്നിട്ട് അതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്കാണ് നമ്മൾ വീണ്ടും ആ സെല്ല് പൊസിഷൻ ക്ലോസ് ചെയ്ത് ബൈ ചെയ്യുന്നത്. ഇതൊക്കെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് വിപരീതമാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ബയ്യറാണ് എങ്കിൽ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നാണോ നമ്മൾ ബൈ ചെയ്യുന്നത്, അവിടെ ബൈ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഓക്കെ, സെല്ല് ചെയ്യുന്നത് പ്രീമിയം ഏരിയ എന്നാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പ്രീമിയം ഏരിയ എന്നാണ് നമ്മൾ സെല്ല് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എന്താണ്, പ്രീമിയം ഏരിയ എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസ് ആയിരിക്കും, അവിടെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിൽക്കാനായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ പെർഫോമൻസ് വരേണ്ടത്. അല്ല ജസ്റ്റ് ഓപ്പോസിറ്റ് പോലത്തെ ബ്രേക്ക് ഔട്ട് ഫൂളിഷ്നെസ് ഒന്നും പോയി ഇടപെടാതിരിക്കുക. ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് ഔട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പോകുന്ന സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവാണെങ്കിൽ പോട്ടെ, ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കരുത്. ബ്രേക്ക് ഔട്ട്സ് 80 to 90% ഫേക്ക് ഔട്ട്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുള്ള ആ ഒരു ബാഡ് ബിലീഫിൻ്റെ പുറത്ത് ജേണി തുടരാതിരിക്കുക. ഓക്കെ, താങ്ക് യു.